ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെയാണ് നമ്മുടെ +2 ഇംഗ്ലീഷ് പരീക്ഷയിൽ അത്യാവശ്യം മക്കൾക്ക് മാർക്ക് വാങ്ങാൻ ആവശ്യമായ, അത്യാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-25 മാർക്കൊക്കെ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള കൊച്ചു കൊച്ചു ഉടായ്പകളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വന്നിരിക്കുന്നത്. കുറേ മക്കളായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, +2ൻ്റെ വീഡിയോസ് ഒന്നില്ലേ, +2ൻ്റെ വീഡിയോസ് ഒന്നില്ലേന്ന്. കുറേയൊക്കെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എന്നൊക്കെ കുറച്ച് വീഡിയോസ് തട്ടിക്കൂട്ടി എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ഉടായ്പ ചെയ്തിട്ടുള്ളത്. ഉടായ്പാണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും മക്കളെ, ഈ വീഡിയോകൾ മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു 20-25 മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മക്കൾ മിസ് ചെയ്യരുത്. ഇതിൽ വേറൊന്നല്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതലും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന നിങ്ങളുടെ മോഡൽ എക്സാം ഒക്കെ റെഫർ ചെയ്തിട്ടും മുൻ വർഷങ്ങളിലെ പല ക്വസ്റ്റ്യൻസും റെഫർ ചെയ്തിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ കൂടുതലും ചാൻസ് ഉള്ള ചില ഡിസ്കോഴ്സുകളും മറ്റ് ചില ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ചില ഗ്രാമറുകളുണ്ട്, എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇങ്ങനെയൊക്കെയുള്ള ചില ഗ്രാമറുകൾ. അതൊക്കെ നമ്മൾ ഓൾറെഡി 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുണ്ട് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ +2 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഗ്രാമർ ആവശ്യമുള്ള മക്കൾ, എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഈ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അത് കണ്ടാൽ മതി. 10ാം ക്ലാസ്സിൻ്റെ ആണെങ്കിലും ഗ്രാമറൊക്കെ സെയിം ആണല്ലോ, പാഠം മാത്രമേ മാറുകയുള്ളൂ, പക്ഷേ കണ്ടന്റ് സെയിം ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഫ്രേസൽ വെർബുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് നോക്കിച്ച് പോയിക്കൊണ്ട് ചിലപ്പോൾ വന്നാലോ അല്ലേ. പിന്നെ നമുക്കറിയാം പ്രൊഫൈൽ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് വരാൻ കൂടുതൽ ചാൻസ് എന്നല്ല, 99% ചാൻസ് ഉള്ളതാണ്. പിന്നെ അതേപോലെ ബ്ലർബ് അല്ലെങ്കിൽ ബ്ലോഗ് അല്ലേ, ഇതിലേതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു കവിത, ഒരു പോയട്രി തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അപ്രീസിയേഷൻ എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിതയുടെ എന്തെങ്കിലും ഒരു ഇലോബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അപ്രീസിയേഷനോ നോട്ട് തയ്യാറാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഒരു സ്പീച്ച് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കോഴ്സ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുടെയൊക്കെ ഉടായ്പ് ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോ കാണുക, എന്നിട്ട് ആ ഫോർമാറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് സമയമുണ്ട് ഇംഗ്ലീഷ് എക്സാമിന്. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാസ്സാവാൻ ഈ ഒരു വീഡിയോ മതി. ഇനി അത് മാത്രമല്ല, ഇത്തരം ഡിസ്കോഴ്സുകളൊക്കെ എങ്ങനെ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് സംശയിക്കുന്ന A+ ഒക്കെ വാങ്ങേണ്ട കുട്ടികളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സുകളുടെയൊക്കെ ഫോർമാറ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയലുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് എഴുതാൻ അറിയലുണ്ടാവും, പക്ഷേ എന്നിരുന്നാൽ പോലും ഫോർമാറ്റ് കൃത്യമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കും 1/2 മാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനൊക്കെ ഫോർമാറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആയാലും, ഇമെയിലിൻ്റെ ഫോർമാറ്റ് ആയാലും, ബ്ലർബിൻ്റെ ഫോർമാറ്റ് ആയാലും, ബ്ലോഗിൻ്റെ ഫോർമാറ്റ് ആയാലും, ഇനി അതേപോലെ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മക്കളെ വീഡിയോ ശരിക്കും ഒന്ന് കാണാം. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും, നിങ്ങൾ ഓപ്ഷൻ അടക്കം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സമയം മക്കൾ എന്ത് വിചാരിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അത് വേറൊന്നിനുമല്ല, അഥവാ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളുടേത് വാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ് മാർക്കിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ അറ്റൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ഓർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ചിലപ്പോൾ മാർക്കൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ പാസ്സാക്കി വിടും. അതേപോലെ തന്നെ ചിലപ്പോൾ A+ൻ്റെ 1-2 മാർക്കൊക്കെ കുറവുള്ള കുട്ടികളുണ്ടാവും ചിലപ്പോൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു 1-2 മാർക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഈ ഓർ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഓർ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ കേട്ടോ, ടൈം പരമാവധി ഉണ്ടാക്കിയിട്ട് ഓർ ക്വസ്റ്റ്യനും കൂടി അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ആദ്യമേ എല്ലാ ഓർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ശരിക്കും എഴുതേണ്ട ക്വസ്റ്റ്യന് പോലും അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വൃത്തിയാക്കിയിട്ട് എഴുതുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം നീട്ടിൽ എഴുതിയാൽ ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. പിന്നെ 10ാം ക്ലാസ്സുമാരില്ല, വളരെ ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ പരമാവധി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹെഡിങ് കൊടുക്കേണ്ട പല ഡിസ്കോഴ്സുകളുണ്ട്, അതിന് ടൈറ്റിൽ കൊടുക്കുക. കൃത്യമായിട്ട് ബോക്സ് വരച്ച് എഴുതേണ്ടതുണ്ട്, അതിന് ബോക്സ് വരയ്ക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ എഴുത്തുകാരുടെയൊക്കെ പേരുകൾ തെറ്റിക്കാതിരിക്കാൻ, ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് തെറ്റിക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇതിനൊക്കെ നിങ്ങൾക്ക് 1/2 മാർക്കൊക്കെ മിസ്സാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മക്കളെ, +1-നായാലും +2-നായാലും ഇംഗ്ലീഷിന് അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഏതെങ്കിലും ഒരു കവിത തന്നിട്ട്, നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു കവിത തന്നിട്ട് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാൻ. ആ കവിതയുടെ പേരും അതേപോലെ എഴുത്തുകാരൻ്റെ പേരും അതേപോലെ അതിലെ വരികളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് പല കുട്ടികളും പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാതെ ആകെ കുഴയുന്ന, അല്ലെങ്കിൽ മാർക്ക് കിട്ടാതെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കുറച്ച് ട്രിക്കുകൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുറച്ച് ഉടായ്പകൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഏതാണ് കവിതയുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ കവിതയുടെ പേര്, ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതയല്ല തരിക, ആ കവിതയുടെ പേരാണ് ഇവിടെ A എന്ന് വെച്ചിട്ടുള്ള സ്ഥലത്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്
നമ്മുടെ എന്താ പറയുക റൈസ് ആണെങ്കിൽ റൈസ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ പോപ്പുലർ ഡാഷ് എന്നുള്ളിടത്ത് രണ്ടാമത്തെ ബി എന്നുള്ളിടത്ത് നിങ്ങൾ അയാൾ ഇന്ത്യക്കാരനാണ് ഇംഗ്ലീഷുകാരനാണ് അമേരിക്കക്കാരനാണ് അതാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ പോയറ്റ്, അമേരിക്കനാണ് അമേരിക്കൻ പോയറ്റ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയറ്റ് അങ്ങനെ വെക്കുക. ഇനി പെണ്ണാണെങ്കിൽ പോയറ്റസ് എന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ അയാളുടെ പേരാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സി എന്നുള്ളിടത്ത് അയാളുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചെമ്മനം ചാക്കോ ആണ് ചെമ്മനം ചാക്കോ, ഇനി വയലാറാണ് വയലാർ, എന്താണ് ആ പേര് അവിടെ കൊടുക്കുക. വേർഡ്സ് വർത്ത് ആണ് വേർഡ്സ് വർത്ത് അത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സെന്റൻസ് കഴിഞ്ഞു. ഇനി ശേഷം ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ മാസ്റ്റർ പീസ് ഓഫ് ദ ഓതർ. ഇതൊക്കെ എല്ലാത്തിലും വെച്ചെടുക്കാവുന്ന ഡയലോഗുകളാണ്. പിന്നെ ദ പോയം ഡീൽസ് വിത്ത്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പുറത്തുനിന്നുള്ള കവിതയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തീം പഠിച്ചേക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് വായിച്ചേക്കും 1-2 തവണ. അപ്പോൾ അത് എന്തിനെ കുറിച്ചാണോ ഉദ്ദേശിച്ചത് അതാണ് നിങ്ങൾ ഇനി എഴുതേണ്ടത്, ഈ ഡി എന്നിട്ടെടുത്ത്. ഓക്കെ, അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ദ ലൈൻസ് എന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ആ തന്നിരിക്കുന്ന വരികളുണ്ടല്ലോ അതിലേതെങ്കിലും ഒരു 2-3 വരികൾ അല്ലെങ്കിൽ ഒരു 4 വരിയൊക്കെ എന്ത് ചെയ്യുക അങ്ങോട്ട് എഴുതുക. അത് എഴുതുമ്പോൾ നിങ്ങൾ സ്ലാഷ് ഇട്ട് നേരെ സെന്റൻസ് പോലെ എഴുതണം. ഓരോ വരി കഴിയുമ്പോൾ ഓരോ സ്ലാഷ് ചരിച്ചിട്ടുള്ള വരിടുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇതാ മേക്ക് ദ പോയം മോർ അട്രാക്റ്റീവ്, ചുമ്മാ അങ്ങോട്ട് തള്ളി കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വിചാരിച്ചാൽ ഓരോ വരികളുടെയും അർത്ഥം നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്ത് വിചാരിച്ചാൽ ആ വരികൾ നിങ്ങൾക്ക് അറിയാവുന്ന വരികളുടെയൊക്കെ അർത്ഥം അതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എന്താണ് ഈച്ച് ആൻഡ് എവറി ലൈൻ ഹിയർ ക്ലിയർലി കൺവേസ് ദ മെസ്സേജ് ഓഫ് ദ പോയം. അതായത് ഇതിലെ ഓരോ വരിയും ഓരോ ലൈനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കവിതയുടെ മെസ്സേജ് നമുക്ക് തരുന്നുണ്ടെന്ന് എഴുതുക. പിന്നെ ഹിയർ ദ പോയറ്റ് യൂസസ് സിമ്പിൾ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു പോയിന്റ് ഔട്ട് ഹിസ് ഒബ്സർവേഷൻ. അപ്പോൾ തൻ്റെ നിരീക്ഷണങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജും ഫ്രേസുകളുമാണ് നമ്മുടെ കവി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചുമ്മാ തള്ളി കൊടുക്കുക. ഇനി സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ആക്സസബിൾ ഈവൻ ഫോർ എൻ ഓർഡിനറി റീഡർ. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ റീഡർക്ക് വരെ ഇത് വളരെ എളുപ്പത്തിൽ ആക്സസബിൾ ആണ്, എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത്. ഈസിലി റീഡബിൾ എന്നോ അണ്ടർസ്റ്റാൻഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാൻ. ഞാനിവിടെ ആക്സസബിൾ എന്നാണ് വെച്ചത്. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക് അത് വെച്ചെടുക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് രണ്ടാമത്തെ പാരഗ്രാഫും കഴിയും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കവിതയുടെ വരികളുടെ അർത്ഥങ്ങളൊക്കെ ഏകദേശം ഉണ്ടാക്കി എഴുതാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് ഒരു പാരഗ്രാഫ് എക്സ്ട്രാ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ദ പോയറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ് ആൻഡ് ഇമേജറീസ് ടു അഡോൺ ഹിസ് പോയം ഇതാ. അതായത് ഈ കവിതയെ അലങ്കരിക്കുന്നതിന് വേണ്ടി കവി ഒരുപാട് പോയറ്റിക് ഡിവൈസുകളും ഇമേജറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ആ തന്നിരിക്കുന്ന കവിതയിൽ നല്ലൊരു റൈം സ്കീം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താ വെച്ചാൽ ദ വേർഡ്സ് എന്ന് എഴുതിയിട്ട് ആ വേർഡ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ, ഇപ്പോൾ ബാറ്റ് റാറ്റ് 2 വാക്കുകൾ, അപ്പോൾ ദ വേർഡ്സ് ലൈക്ക് ബാറ്റ് റാറ്റ് മേക്സ് ദ റൈം. ഓക്കെ, അപ്പോൾ റൈംസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ക്രിയേറ്റ്സ് എ റൈം പാറ്റേൺ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നല്ലൊരു റൈം സ്കീം ഉണ്ടെങ്കിൽ ദ റൈം സ്കീം ഫോളോഡ് ഹിയർ ഈസ് എന്താണോ എ ബി ആണോ ABCD ആണോ എന്താണോ അത് എഴുതുക. ഇനി റൈം സ്കീം ഒന്നും ഫോളോ ചെയ്യാത്ത കവിതയാണെങ്കിൽ അങ്ങനെയുള്ള കവിതകളും വരുമല്ലോ. അപ്പം എന്താ എഴുതേണ്ടി വെച്ചാൽ ദ പോയം ഈസ് ഫ്രീ വേഴ്സ് സ്റ്റൈൽ. എന്താ എഴുതേണ്ടി ഫ്രീ വേഴ്സ് സ്റ്റൈൽ. വേഴ്സ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് VERSE എന്നാണ്. ഞാൻ അവിടെ എഴുതിയിട്ടില്ല എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ റൈം സ്കീം ഒന്നില്ലെങ്കിൽ ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈൽ എന്ന് എഴുതിയിട്ട് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം പിന്നെ റൈം സ്കീം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുശേഷം പിന്നെ ഇമേജറീസിനെ കുറിച്ച് പറയാം. ദ പോയറ്റ് യൂസസ് മെനി ഇമേജറീസ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ വിഷ്വൽ ഇമേജറികൾ എടുത്തിട്ട് 2-3 എക്സാമ്പിൾ എടുത്തിട്ട് 6 എക്സാമ്പിൾസ് അല്ലെങ്കിൽ 6 ഇൻസ്റ്റൻസസ് ഫോർ വിഷ്വൽ ഇമേജറി എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ അലിട്രേഷൻ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ എടുത്തിട്ട് 6 എക്സാമ്പിൾസ് ഫോർ അലിട്രേഷൻ എന്ന് പറയാം. പിന്നെ വല്ല സിമിലിയോ അല്ലെങ്കിൽ മെറ്റോണമി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയറ്റ് ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യുക അതിൽ ചേർത്ത് കൊടുക്കുക. മെറ്റഫോർ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും പറയാം എന്താ ദ പോയം ഈസ് വെരി അട്രാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 തള്ള ആദ്യം തന്നെ 2-3 സെന്റൻസുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ചെഴുതണം, ഹെഡിങ് കൊടുക്കണം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ക്യാപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 6 മാർക്കെങ്കിലും ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും. അപ്പം മിസ്സാക്കരുത് കേട്ടോ മക്കളെ. +2 ഇംഗ്ലീഷ് പരീക്ഷയിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ജോബ് അപ്ലിക്കേഷനും അതിൻ്റെ കൂടെ തന്നെ ഒരു റെസ്യൂമും കൂടി എഴുതാനും. അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ ഇതിൽ 4 മാർക്ക് ജോബ് അപ്ലിക്കേഷൻ ലെറ്ററിനും അതേപോലെ തന്നെ 4 മാർക്ക് റെസ്യൂമിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ. ഇതിൻ്റെ വയ്യാലെ തന്നെ നമ്മൾ റെസ്യൂം എങ്ങനെ എഴുതുന്നത് എന്നുള്ളതും ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 8 മാർക്ക് മിസ്സാവില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുക. ഏതൊരു ജോബ് അപ്ലിക്കേഷൻ്റെ ലെറ്റർ എഴുതാനും ഏത് റെസ്യൂം എഴുതാൻ പറഞ്ഞാലും ഇതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. പല കുട്ടികൾക്കും മാർക്ക് മിസ്സാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് നേടാം. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോർമൽ ലെറ്റർ ആണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഒഫീഷ്യൽ ലെറ്റർ ആണ്. അപ്പോൾ ഫോർമൽ ലെറ്റർ എഴുതുകയാണെങ്കിലും നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. അഥവാ നിങ്ങൾക്ക് വല്ല എഡിറ്റർക്കോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ഓഫീസർക്കോ വല്ല കത്ത് എഴുതാൻ വന്നാൽ നിങ്ങൾ ഇതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതും കൂടി ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു ഇൻഫോർമൽ ലെറ്ററിൽ ഏറ്റവും ടോപ്പിൽ എഴുതുന്ന കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സ് അല്ലേ, അതായത് ഫ്രം അഡ്രസ്സ് അല്ലേ. അപ്പോൾ ഫ്രം ടു എന്ന് വെച്ച് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുതിയ ഫോർമാറ്റിൽ അങ്ങനെ ഫ്രം ടു എന്ന് കൊടുക്കാറില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണം നിർബന്ധമാണെങ്കിൽ കൊടുത്തോളൂ,
കുഴപ്പമൊന്നുമില്ല, മാർക്ക് കുറയൊന്നുമില്ല കേട്ടോ. മാർക്ക് കുറയില്ല, കൂടുതൽ കിട്ടാനും പോണില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഫസ്റ്റ് ഫ്രം അഡ്രസ്സ് കൊടുക്കുക. അപ്പം ഇതിപ്പോൾ ഒരു അരുൺകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അയാളുടെ ഒരു വീട്ടുപേര് കൊടുത്തിട്ടുണ്ട്, ഒരു റോഡിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക, നോ പ്രോബ്ലം. ഓക്കെ, വലിയ പേര് കൊടുത്ത് ഫെർണാണ്ടോ ഡിസോൾസ എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് വായിക്കൊള്ളാത്ത പേരും വായിക്കൊള്ളാത്ത സ്ഥലം തുടണ്ട. ഒരു സിമ്പിളായിട്ടുള്ള പേരുകൾ കൊടുക്കുക, ഒരു പിൻകോഡ് കൊടുക്കുക. ഞാനിവിടെ 02 എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിൻകോഡാണ് കൊടുത്തത്, എന്തെങ്കിലും കൊടുക്കുക. എന്തായാലും ഒരു മാർക്കാണ് ഈ ഫ്രം അഡ്രസ് എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടിയിൽ ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം, ഒരു വരിയുടെ സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഈ ബ്ലോഗൊക്കെ തയ്യാറാക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മാസത്തിൻ്റെ പേരുണ്ട് എഴുതണമെന്ന്. അപ്പോൾ ഇവിടെ മാസത്തിൻ്റെ പേര് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസം കൊടുക്കാം. അത് കഴിഞ്ഞ് ടു അഡ്രസ് ആണ്. അപ്പോൾ ടു എന്ന് കൊടുക്കണം നിർബന്ധമില്ല. ഇവിടെ ഈ ഒരു അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ഒഴിവുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യത്തിൽ തന്നെ തരും ഏത് അധ്യാപകൻ്റെ ഒഴിവാണ് അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ്റെ ഒഴിവാന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തരും. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അധ്യാപകൻ്റെ ഒഴിവ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഓഫീസിലേക്കോ എന്തെങ്കിലും ഒരു ഒഴിവുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എത്ര വേണം, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ആർക്കാണ് കത്ത് അയക്കേണ്ടതെന്നൊക്കെ ചിലപ്പോൾ അതിൽ തരും. അപ്പോൾ അതിൻ്റെ ആ കത്തിൽ തന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ അഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ കേട്ടോ. ഇനി അഡ്രസ്സ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഒരു സ്കൂളിലേക്ക് ആയതുകൊണ്ട് പ്രിൻസിപ്പാൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ടീച്ചറുടെ വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൻ്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ കോപ്പി ചെയ്തോളൂ, എന്നിട്ട് സ്ഥലം കൊടുത്തു. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ സർ എന്ന് കൊടുക്കുക. വേണമെങ്കിൽ ഡിയർ സർന്നോ റെസ്പെക്റ്റഡ് സാറിനോ ഒക്കെ കൊടുക്കാം. ഏറ്റവും നല്ലത് സർ അല്ലെങ്കിൽ മേഡം. പെണ്ണാണെങ്കിൽ മേഡം എന്ന് കൊടുക്കുക, ആണാണെങ്കിൽ സർ എന്ന് കൊടുക്കുക. ഒരു കോമ ഇടണം, നിർബന്ധമാണ്, അത് മിസ്സാവരുത് കേട്ടോ. അതിനുശേഷം പിന്നെ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ സബ്ജക്റ്റ് ആണ് കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്തിനാണ് ആ ഒരു സബ്ജക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് കൃത്യമായിട്ട് കാണിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എൻ ഇംഗ്ലീഷ് ടീച്ചർ. ഓക്കെ, ഇനിയിപ്പോൾ അതൊരു ക്ലർക്ക്, ഓഫീസ് ക്ലർക്കാണ്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് ക്ലർക്ക്. ഇനി അതല്ല വേറെ എന്തെങ്കിലും ഒരു മാനേജർ ആയിട്ടാണ്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജർ. അങ്ങനെ എന്താണോ ആ ഒരു പോസ്റ്റാണ് നിങ്ങളവിടെ ചേർക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് എന്ന് എഴുതിയിട്ട് ഏത് പത്രത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ എവിടുത്തെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബേസിലാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഞാനിതിൽ എഴുതിയ മാതിരി ഇൻ റെസ്പോൺസ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏത് പത്രമാണോ അല്ലെങ്കിൽ ഏത് സോഴ്സാണോ അതങ്ങനെ കൊടുത്താൽ മതി. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. നിങ്ങൾ ഇതങ്ങോട്ട് നേരെ കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും പത്രത്തിൻ്റെ പേരോ ഡേറ്റോ തരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പത്രത്തിൻ്റെ പേരും ഡേറ്റും ഇതിലേക്കണ്ട് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതേ സാധനം തന്നെ, അങ്ങനെ പത്രത്തിൻ്റെ പേരും സോഴ്സും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതെന്നെ അങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതിയാൽ മതി, ഒരു മാറ്റം വരുത്തണ്ട. ഓക്കെ, ആ ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇനി ഞാനതൊന്ന് വായിച്ചു തരാം. ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു ഡേറ്റഡ് 19th May 2023 ഐ വുഡ് ലൈക്ക് ടു ഓഫർ മൈ കാൻഡിഡേച്ചർ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ ഇൻ യുവർ റെപ്യൂട്ടഡ് സ്കൂൾ. അതായത് 2023 May 19 ഹിന്ദു എന്ന പത്രത്തിൽ വന്നിട്ടുള്ള നിങ്ങളുടെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറുടെ പോസ്റ്റിലേക്ക് എൻ്റെ അംഗത്വം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ സ്കൂളിലെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊന്ന് സ്റ്റൈലായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു മാനേജറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ സ്കൂൾ എന്നൊക്കെയുള്ളടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ സ്ഥാപനത്തിൻ്റെ പേര് ചെയ്താൽ ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ളടത്ത് മാനേജർ എന്ന് എഴുതുക. പിന്നെ വേണമെങ്കിൽ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡേറ്റ് ഉണ്ടാക്കി ചെയ്താൽ നിങ്ങൾ മേലെ വെച്ച ഡേറ്റിൻ്റെ മുൻപത്തെ ഡേറ്റ് ആയിരിക്കും കേട്ടോ. ഞാനത് മാറിപ്പോകരുത്, അത് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം അടുത്ത് വായിക്കാം. ഐ സർട്ടിഫൈ ദാറ്റ് ഐ ഹാവ് ഓൾ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ റിക്വയർഡ് ഫോർ സെറ്റ് പോസ്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട് എന്നുള്ളത് ഞാനിവിടെ സർട്ടിഫൈ ചെയ്യുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ ലെറ്ററിലും എഴുതാം. ദെൻ ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ തരുന്നതിനനുസരിച്ച് മാറ്റണം കേട്ടോ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഇംഗ്ലീഷ് ഗ്രാജുവേഷനാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അപ്പോൾ ഐ ആം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് വേണം ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് കൊടുത്തു. ഇനി ഐ ഹാവ് 5 years എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 5 വർഷത്തേക്ക് ഇത്ര എക്സ്പീരിയൻസ് വേണമെന്ന് പറയും. ആ എക്സ്പീരിയൻസ് ഇതിൽ ചേർക്കുക. അല്ലാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് 1 വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ജോലി കിട്ടില്ല. എന്തായാലും ജോലി കിട്ടണമെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളതിനാണ്ടി കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതേ ക്വാളിഫിക്കേഷനെങ്കിലും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇത് ഐ ആം എൻക്ലോസിങ് എ കോപ്പി ഓഫ് മൈ റെസ്യൂം ഫോർ യുവർ കൺസിഡറേഷൻ. നിങ്ങളുടെ പരിഗണനയ്ക്കായിട്ട് ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഒരു റെസ്യൂം, എൻ്റെ ഒരു ബയോഡാറ്റ കൂടി ഇതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്, കൂടെ ചേർക്കുന്നുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അതിൻ്റെ അവസാനമായിട്ട് കൺക്ലൂഷൻ ലെറ്റർ ആയിട്ട് കൊടുക്കുക, ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുക്കുക. ഐ ആം അവൈലബിൾ ഫോർ ആൻ ഇൻ്റർവ്യൂ അറ്റ് എനി ഡേ ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ യു. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏതൊരു ദിവസം വേണമെങ്കിലും ഇൻ്റർവ്യൂവിന് ഞാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു. ഇഫ് യു ഗിവ് മീ എ ചാൻസ് ടു സെർവ് യു, നിങ്ങളെ സെർവ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരികയാണെങ്കിൽ ഐ അഷർ ദാറ്റ്, ഞാൻ ഉറപ്പ് നൽകുകയാണ്, ഐ വിൽ വർക്ക് വിത്ത് സിൻസിയറിറ്റി ആൻഡ് ഡെഡിക്കേഷൻ ടിൽ യുവർ സാറ്റിസ്ഫാക്ഷൻ.
നിങ്ങൾക്ക് തൃപ്തി വരുന്ന അത്രയും ഞാൻ എൻ്റെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എൻ്റെ എല്ലാ കഴിവും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ടു കൺസിഡർ മൈ ആപ്ലിക്കേഷൻ. എൻ്റെ ഈ ഒരു അപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു വിലയേറിയ സമയം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് യു ഫ്രം യു സൂൺ. അതായത് ഉടനെ തന്നെ നിങ്ങളിൽ നിന്ന് നല്ലൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഏത് ലെറ്ററിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആപ്ലിക്കേഷൻ ലെറ്റർ വന്നാൽ ഈ ചെറിയ കാര്യങ്ങളൊന്ന് മാറ്റം വരുത്താനുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ടു കൺസിഡർ മൈ ആപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എന്നുള്ളടത്ത് ലെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫോർമൽ ലെറ്ററിൽ, അതായത് ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കളക്ടർക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസർക്കോ നിങ്ങളോടൊരു കത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ഈ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഇതേമാതിരി നിങ്ങൾക്ക് എഴുതാം. അതിൽ ആപ്ലിക്കേഷൻ എന്നുള്ളടത്ത് ലെറ്റർ വെച്ചാൽ മതി. അതേപോലെ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ എന്നുള്ളത് അതിലും നിങ്ങൾക്ക് വെക്കാം. ബാക്കി ആ മേലത്തെ സ്ട്രക്ചർ, സബ്ജക്റ്റ് വരെ എല്ലാം അതേപോലെ തന്നെയാണ്. സബ്ജക്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ബാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ വിത്ത് യു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ട് ആ സബ്ജക്റ്റ് എന്താണോ അതങ്ങോട്ട് എഴുതിയാൽ മതി, ഒരു ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പം അങ്ങനെയും ചോദ്യം വരില്ലോ. ഇനി അടുത്തത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, താങ്ക് യു എന്ന് വെക്കുക. എന്തായാലും ഇൻഫോർമൽ ലെറ്റർ ആയാലും ആപ്ലിക്കേഷൻ ലെറ്റർ ആയാലും ഒക്കെ താങ്ക് യു വെക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ US ഫെയ്ത്ത്ഫുള്ളി എന്നാണ് 2 ലെറ്ററിലും വെക്കേണ്ടത്. എന്നിട്ട് കോമ ഇടണം. പിന്നെ എഴുതുന്ന ആളുടെ പേര് എഴുതുക, ഫുൾ നെയിം എഴുതുക. പിന്നെ അടിയിൽ SD എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, സിഗ്നേച്ചർ ഇടാൻ പാടില്ല കേട്ടോ, ഒപ്പിടാൻ പാടില്ല. പിന്നെ ഇവിടെ ഇതൊരു ബയോഡാറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എൻക്ലോസ്ഡ് ബയോഡാറ്റ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് ഇപ്പോൾ കാണുന്ന പോലെ എഴുതാം. ഇനി ഇതിന് ശേഷം പിന്നെ നിങ്ങളുടെ റെസ്യൂമാണ് അടുത്തതിൽ എഴുതേണ്ടത്. ഓക്കെ, എൻക്ലോസ്ഡ് ബയോഡാറ്റ എന്നോ റെസ്യൂം എന്ന രണ്ടാലും കണക്ക് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് റെസ്യൂമും കൂടി നോക്കാം. ഇപ്പോൾ 4 മാർക്കിനുള്ളതായിട്ടുള്ളൂ. ഇനി റെസ്യൂം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ലെറ്ററും അതേപോലെ തന്നെ റെസ്യൂമും നിങ്ങൾ വേറെ ബോക്സിലാക്കണം. 2 ബോക്സിലാക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഇപ്പം തന്നെ ഈ റെസ്യൂം ഈ ഒരു പേജിൽ കൊണ്ടിട്ടില്ല. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ഒരു പുറത്തിലും കൂടി അല്ലെങ്കിൽ അടുത്തൊരു സ്ക്രീനിലും കൂടി നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു പേജിലും മൊത്തം, ഒരു പുറത്തിലും മൊത്തം ആപ്ലിക്കേഷൻ ലെറ്ററും അടുത്ത പുറത്തിലും മൊത്തം റെസ്യൂമും എഴുതുക. അപ്പോൾ ആ 8 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. അല്ലാതെ ആപ്ലിക്കേഷൻ ലെറ്റർ 2 പുറത്തിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്യൂം 2 പുറത്തിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനോ നോക്കരുത് കേട്ടോ. ഒരു പുറത്തിൽ ആപ്ലിക്കേഷൻ ലെറ്ററും ഒരു പുറത്തിൽ റെസ്യൂമും വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, 2 സെപ്പറേറ്റ് തന്നെ ബോക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും റെസ്യൂം എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നോക്കാം. റെസ്യൂം സിമ്പിളാണ്. അതിന് ഫസ്റ്റ് തന്നെ നെയിം ചെയ്തിട്ട് എന്താണോ നിങ്ങൾ പേര് കൊടുക്കുന്ന പേര് കൊടുക്കുക. ഒന്നുകിൽ ഫുൾ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയ മാരത്തെ ആ ഒരു ഫോണ്ടിൽ, അതായത് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി നെയിം കഴിഞ്ഞാൽ അടുത്ത് ജെൻഡറാണ്. ഇതിങ്ങനെ കറക്റ്റ് ഇതേ ഫോർമാറ്റ് തന്നെ വരണമെന്നില്ല, ചെറുതായിട്ട് അങ്ങോട്ട് മാറിപ്പോയി വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അതിൽ വരണം. ഓക്കെ, ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് എഴുതുക. പിന്നെ ഏജ് എത്രയാണോ വയസ്സ് എഴുതുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ വയസ്സ് എഴുതുന്നതിന് യോജിച്ചൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിൽ മന്ത് നമ്മുടെ മാസത്തിൻ്റെ പേര് തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞത് ആവണ്ട എന്നുള്ളതാണ് നല്ലത്. അപ്പോൾ സിംഗിൾ എന്ന് കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ, ഇനിയിപ്പോൾ ആരാണ് കൊടുക്കുന്നത് അനുസരിച്ച് മാറ്റുക. പിന്നെ ഫാദേഴ്സ് നെയിം, അതേപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുക. ഒരുപാട് നീട്ടി വലിക്കേണ്ട. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക, ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ, നിങ്ങളുടെ സ്വന്തം നമ്പർ ഒന്നും കൊടുക്കാക്കണ്ട. പിന്നെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ ആ പേരിനോട് യോജിച്ചൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ട, അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരുമല്ലോ ക്വാളിഫിക്കേഷൻ, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഇതേമാതിരി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ പഠിച്ച സ്ഥാപനം ഏതാണെന്ന് കൊടുക്കുക. പിന്നെ ഏത് വർഷമാണെന്നും കൊടുക്കുക. ഓക്കെ, പിന്നെ മേലേന്ന് താഴേക്ക് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ മേലെയും അതിൻ്റെ താഴേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ ഇവിടെ കണ്ടോ, B.Ed, MA, BA, പിന്നെ +2, SLC ആ ഒരു പാറ്റേണിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻ. പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും എത്ര എക്സ്പീരിയൻസ് വേണം എന്നുള്ളത്, അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക. സ്കൂളൊക്കെ ആണെങ്കിൽ ഏത് സ്കൂളിൻ്റെ പേര് കൊടുക്കുക. സ്ഥാപനങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക, അവിടെ എത്ര കാലം ജോലി ചെയ്തു എന്നുള്ള രീതിയിൽ. ഇനി ഹോബീസ് വേണമെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും അപ്പം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോബി ഇതെല്ലാം കോപ്പി ചെയ്താൽ മതി. ട്രാവൽ, റീഡിങ്, റൈറ്റിംഗ്. ഇനി നിങ്ങളുടെ സ്ട്രെങ്ത്തുകളാണ്. അപ്പോൾ അതൊക്കെ എല്ലാത്തിലും കൊടുക്കേണ്ടതുണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കമ്പ്യൂട്ടർ ലിറ്ററേച്ചർ, പ്രൊഫഷൻറ്റ് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് തമിഴ്. ഒരുപാട് ഭാഷകളൊന്നും കൊടുക്കണ്ട. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. അങ്ങനെ തരികയാണെങ്കിൽ അത് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇനി അതിനടിയിൽ പിന്നെ റെഫറൻസ് ആണ്. കാരണം നിങ്ങൾ ഈ ജോലി ചെയ്തു എന്നുള്ളതിന് തെളിവൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതിന്. അതിനൊരു 1-2 ആളുകളുടെ റെഫറൻസും അവരുടെ സ്ഥാപനങ്ങളുടെ പേരും, നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ആളുകളുടേതും മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 സ്കൂളുകളുടെ പേരും അവിടുത്തെ 2 ടീച്ചർമാരുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ ഈ സ്കൂൾ ടീച്ചറിൻ്റെ ഒഴിവിലേക്ക് തന്നെ ആണെങ്കിൽ ഇതെല്ലാം കോപ്പി ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ഒരു ഡിക്ലറേഷൻ, ഒരു സാക്ഷ്യപത്രമാണ്. അതായത് മേൽ പറഞ്ഞൊക്കെ ശരിയാണെന്നുള്ളതാണ്. ഡിക്ലറേഷൻ ഇങ്ങനെയാണ്: ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബോവ് ഇൻഫോർമേഷൻ ഈസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. നിങ്ങൾക്ക് തന്നെ കോപ്പി ചെയ്ത് കണ്ട് ഏത് റെസ്യൂമിലും നിങ്ങൾക്ക് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസ്യൂമിൻ്റെ കാര്യം. അപ്പം ഈ 8 മാർക്ക് നിങ്ങൾക്ക് ഇനി മിസ്സാവില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതങ്ങോട്ട് ഒരു പ്രാവശ്യമെങ്കിലും എഴുതിയെടുത്തിട്ട് പഠിക്കട്ടോ. പേജ് ഇതാണ് ലാസ്റ്റ് പേജ്. അപ്പോൾ ഒരു പുസ്തകം, അതായത് ഒരു പ്രിന്റ് ചെയ്ത പുസ്തകം, അത് നോവൽ ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഓക്കെ, അതിന്റെയൊക്കെ ബാക്ക് സൈഡിൽ ഈ പുസ്തകം എന്താണെന്ന് വിവരിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അതിലെ എഴുത്തുകാരനെ കുറിച്ചും അതേപോലെ തന്നെ എഴുത്തുകാരനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് ഇങ്ങനെ ഷോർട്ടായിട്ട് കൊടുക്കും. ഈ കണ്ടന്റിൽ തന്നെ
തള്ളിമറക്കൽ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാന് ഈ പുസ്തകം ഏതെങ്കിലുമൊക്കെ കിണരന്മാർ വാങ്ങാറ് അല്ലെ? എന്നാലല്ലേ ഇതിന്റെ പ്രസാധകർക്കും അതേപോലെ എഴുതണ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പം ഇതിലിപ്പോ എഴുതിയത് ഞാൻ വായിച്ചുതരാം. എന്താണ് നോവലിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനടിയിൽ നമ്മളെ പേര് മെഹനൂഫ് ഷാ, എന്റെ ഫുൾ നെയിം മെഹനൂഫ് ഷാ എന്നാണ് എഴുത്തിന്റെ ഇതിലുള്ളത്. ആ പേര് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫോട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ വരുന്നത് ഞാൻ പറയാം. എന്നിട്ട് ഈ ഒരു എന്റെ ഈ നോവലിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ പ്രസാധകർ കൊടുത്തിട്ടുണ്ട്. ഈ തള്ളൽ കണ്ടിട്ടാണ് ആൾക്കാർ ഇത് വാങ്ങണം കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെ അറിയാം? കൊച്ചി നഗരത്തിൽ നടക്കുന്ന ഇരട്ട കൊലപാതകങ്ങളുടെ ചുരുളയിക്കാനെത്തുന്ന ശിവനാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സാഹസികത നിറഞ്ഞ നീക്കങ്ങളാണ് നോവലിന്റെ പ്രധാന ഇതിവൃത്തം. സാഹസികതയും പ്രണയവും സാമൂഹിക പ്രശ്നങ്ങളും ഒരുപോലെ പ്രതിപാദിക്കുന്ന നോവൽ തുടക്കം മുതൽ അവസാന ഭാഗം വരെ സസ്പെൻസ് നിലനിർത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഡിറ്റക്റ്റീവ് നോവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്രണയമുണ്ട്, സാഹസികത ഉണ്ട്, അപ്പൊ മീനെ ബലാത്സംഗം ഉണ്ടാവും അല്ലെ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ്ട് ഈ സാധനം വാങ്ങും അല്ലെ? അപ്പൊ ഇതിന്റെ വിലയും സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 270 രൂപ. പിന്നെ ഇവിടെ പ്രസാധകരുടെ പേര് ഹരിതം ബുക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബ്ലർബ്. ഇത് ഓരോ പുസ്തകത്തിലും വ്യത്യസ്ത രീതിയിൽ. ഇപ്പൊ എന്റെ തന്നെ പല നോവലുകളിലും എന്താണ് പല കോലത്തിലാണ് ബ്ലർബിന്റെ ഫോർമാറ്റ് ഉള്ളത്. ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാവില്ല, ചിലപ്പോൾ ഫോട്ടോ ഫുൾ സൈസ്. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ കുറെ പുതിയ പഴയ പുസ്തകങ്ങളുടെ റീ എഡിഷൻ ഉണ്ട്. അതിനൊക്കെ ഫുൾ സൈസ് കാറിന്റെ ബാക്കിലൊക്കെ മലർന്നടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ പല ടൈപ്പും ഉണ്ടാവും. അപ്പൊ എന്തായാലും അതൊക്കെ പ്രസാധകരുടെ കയ്യിലിരിപ്പാണ്. അവർക്ക് ഇഷ്ടമുള്ള മോഡൽ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളും എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ ഇത് എഴുതാം. പക്ഷെ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഏറ്റവും ടോപ്പിലായിട്ട് ഇത് ബോക്സിലാണ് കേട്ടോ. ഒരു ബുക്കിന്റെ ബാക്ക് പേജ് അല്ലേ? അപ്പൊ ഒരു ബോക്സിലാക്കണം. ഏറ്റവും ടോപ്പിൽ നമ്മുടെ നെയിം ഓഫ് ദ ബുക്ക്, പുസ്തകത്തിന്റെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ അതിന് അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, നല്ല അടിപൊളിയായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ പറഞ്ഞാൽ ഒരു 2-3 പേരുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ദ വാക്സ് സ്റ്റാച്യു, അപ്പൊ ദാന്റെ ടി ക്യാപിറ്റൽ ഇടുക, പിന്നെ വാക്സിന്റെ W ക്യാപിറ്റൽ ഇടുക, പിന്നെ എസിന്റെ ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇടുക. ഓക്കെ, അതിനുശേഷം പിന്നെ അതിന്റെ ഇടയിൽ എഴുതിയ ആളുടെ പേരാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കാണാനാണ് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ചങ്ങായിന്റെ പേര് അടിയിൽ ഇടുക അല്ലെ? പിന്നെ അടിയിൽ അപ്പം എന്താണ് പുസ്തകത്തിന്റെ പേരായി, എഴുത്തുകാരന്റെ പേരായി. ഇനി അതിന്റെ അടിയിലേക്ക് നമ്മുടെ പുസ്തകത്തെ കുറിച്ച് തള്ളി മറക്കാൻ വേണ്ടത്. അപ്പം കേരളത്തിലെ പ്രഗത്ഭനായ എഴുത്തുകാരനായ ഇന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. അതായത് എന്താണ് ദിസ് ഈസ് എ വണ്ടർഫുൾ നോവൽ റിട്ടൺ ബൈ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തള്ളി മറിച്ച് അതിന്റെ ഫോർമാറ്റുകളൊക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മോഡൽ ഞാൻ എന്തായാലും ഇതിന് ശേഷം തരും. ആ ഫോർമാറ്റ് നോക്കുക. പിന്നെ ഉടായ്പ ഫോർമാറ്റ് ഉണ്ട്. ഏത് ബ്ലർബ് വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റിയുള്ള ഡയലോഗുകൾ അത് ഞാൻ വേറെ തരേണ്ടി. ഇത് അപ്പൊ അതിന്റെ മാറ്ററുകൾ എഴുതാം. ആ മാറ്റർ എഴുതുമ്പോൾ ജസ്റ്റ് പോയിട്ട് ഈ ഇത് എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും പുസ്തകമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും പുസ്തകം എഴുതിയ എഴുത്തുകാരന്റെ വേറൊരു പുസ്തകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പം ഈ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. നിങ്ങൾക്ക് പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ്, അത് പബ്ലിഷ് ചെയ്ത വർഷം, പബ്ലിഷേഴ്സിന്റെ പേര്, ഇങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആ പുസ്തകം എന്താണ് ഉദ്ദേശിക്കുന്നതിന്റെ തീമൊക്കെ ഇത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെന്റൻസുകളായിട്ട് എഴുതുകയാണ് അടുത്ത പാരഗ്രാഫിൽ ചെയ്യേണ്ടത്. ഒരു പാരഗ്രാഫിന്റെ മതി. ഇനിയിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 പാരഗ്രാഫ് ഒക്കെ കൂടുതലാക്കണ്ട. ഇത് മാക്സിമം പോയൊരു 200 വേർഡ്സ്, അതിൽ കൂടുതലൊന്നും തള്ളി മറിക്കണ്ട. കാരണം ഒരു ചെറിയ പുസ്തകത്തിന്റെ ബാക്ക് സൈഡാണ് ഉണ്ടാവുക. അപ്പൊ ഒരുപാട് നിങ്ങൾ 2 പേജ് ഒന്നും വലിച്ചു വാരി എഴുതിയിട്ട് ഒരു ആവശ്യമില്ല. വളരെ ഷോർട്ട് ആയിട്ട് പ്രിസൈസ് ആവണം. വളരെ സിമ്പിൾ ലാംഗ്വേജ്, ഒരു ഇൻഫോർമൽ ആണ്. അപ്പം ഈ റീഡേഴ്സിന് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. തള്ളി മറിക്കണം എന്നർത്ഥം. തള്ളി മറിച്ചുകൊണ്ട് ആ സാധനം വാങ്ങിപ്പിക്കണം. അപ്പൊ അതിനെ പറ്റി ഇംപ്രസീവ് ആയിട്ടുള്ള സിമ്പിൾ ഡയലോഗ്സ് ആണ്. ഭയങ്കര സ്റ്റാൻഡേർഡിലൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ആൾക്കാർ വാങ്ങൂല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് വേണ്ടത്. അപ്പം നമ്മുടെ കഥയുടെ ഉള്ളടക്കം എന്താണോ അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരും. ആ സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച സാധനങ്ങൾ ഇതാ. എന്നിട്ട് പിന്നെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ ഏതെങ്കിലും ഇതിലുള്ള എഴുത്തുകാരൻ എന്തെങ്കിലും കോഡ്സോ അതല്ലെങ്കിൽ ഈ പുസ്തകത്തെ കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞ വല്ല കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണം നിങ്ങൾക്ക് താഴെ കൊടുക്കാൻ. നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിർബന്ധമില്ല. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇത് നമ്മുടെ പ്രൊഫൈലൊക്കെ ഇതൂലേ അതേമാതിരി. ഓക്കെ, എന്നിട്ട് പിന്നെ ഏറ്റവും അടിയിൽ നിങ്ങൾ എന്താ വെച്ചാൽ പബ്ലിഷർ, നെയിം ഓഫ് പബ്ലിഷർ, ആരെങ്കിലും ഏതെങ്കിലും പെൻഗ്വിൻ ബുക്സോ DC ബുക്സോ അല്ലെങ്കിൽ ആയിരം ബുക്സ് ഏതെങ്കിലും ഒരു ബുക്സ് ഇതാ. ഓക്കെ, അപ്പൊ ആ ബുക്സിന്റെ പേര് ഇതൊന്നു. പിന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിന്റെ പ്രൈസ് ഇതാ. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗ് കംപ്ലീറ്റ് ആയി. സോറി, ബ്ലോഗ് അല്ല, ബ്ലർബ് കംപ്ലീറ്റ് ആയി. ഇത്ര സാധനമുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ബ്ലർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രസാധകർ കാണിച്ചു കൂട്ടുന്ന ചില ഉടായ്പ പരിപാടികളാണ്. മനസ്സിലായില്ലേ? അപ്പം ബ്ലർബ് എന്താണെന്നുള്ള കൺഫ്യൂഷൻ തീർന്നു. 6 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഞാൻ എന്റെ ഒരു മോഡൽ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ബ്ലോഗും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ബ്ലോഗിന്റെയും ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ബ്ലോഗ് എന്താ നോക്കാം. ബ്ലോഗ് മക്കളെ, ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോഗർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ചിലപ്പോൾ വ്ളോഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. യൂട്യൂബിലൂടെ ഈ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഫാമിലി വ്ളോഗ്, പിന്നെ ട്രാവൽ വ്ളോഗില് മല്ലു ട്രാവലർ, ടെക് ട്രാവൽ ഈറ്റ് സുജിത് ഭക്തന്, പിന്നെ ഈബുൾ ചെറ്റ് അല്ലെ. ഇങ്ങനെ കുറെ ട്രാവൽ വ്ളോഗുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഫാമിലി വ്ളോഗുകളുടെ ഇഷ്ടം പോലെ അങ്ങനെ പിന്നെ ഫുഡ് വ്ളോഗ് അല്ലെ. അപ്പൊ ഈ വ്ളോഗും ബ്ലോഗും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേത് വ്ളോഗാണ്. ഓക്കെ, വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ വ്ളോഗ് എന്ന് പറയാം. എന്നാൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അതല്ല.
നമ്മൾ എഴുത്തിലൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്റർനെറ്റിൽ എഴുത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയാ, ബ്ലോഗ് എന്ന് പറയാം. ഓക്കെ, അപ്പം ബ്ലോഗ് നമ്മളിപ്പോ സാധാരണ പണ്ടൊക്കെ ആൾക്കാർ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ എഴുതാറുണ്ടല്ലോ പുസ്തകത്തിൽ. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ലേഖനത്തിലോ ആർട്ടിക്കിളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെ കുറിച്ചൊക്കെ എഴുതാറുണ്ടല്ലോ. അതേ പരിപാടി നമ്മൾ ഇന്റർനെറ്റിൽ എഴുതുന്നു. ഇന്റർനെറ്റിൽ ഒരു പ്രത്യേക ബ്ലോഗ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വെബ്സൈറ്റ് പോലെ തുടങ്ങിയിട്ട് അതിൽ എഴുതുന്ന പരിപാടിക്കാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഈ സുജിത് ഭക്തനൊക്കെ പറയണം, മൂപ്പർ ആദ്യം മാനവണ്ടി ബ്ലോഗ് ഒക്കെ ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ അങ്ങനെ എഴുതുന്നത്. ഇപ്പൊ ഇതിനും കാര്യമായിട്ട് ഫോർമാറ്റ് ഇല്ല. ഇതിനാകെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം, മിക്കവാറും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥയോ തന്നിട്ട് അതിനെക്കുറിച്ച് അതിലൊരു തീം, അല്ലെങ്കിൽ ഒരു കഥയിലൊരു തീം, ഉദാഹരണത്തിന് ഡ്രഗ് അബ്യൂസ്, പ്രാവശ്യം മോഡൽ വന്ന സാധനമാണ് അല്ലെ, അതേപോലെ തന്നെ അതിന്റെ ചൈൽഡ് ലേബർ, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം തന്നിട്ട് ആ വിഷയത്തെ കുറിച്ച് ഒരു ബ്ലോഗ് അവതരിപ്പിക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു കവിത, അപ്പൊ റൈസ് അല്ലെങ്കിൽ എനി വുമൺ, അങ്ങനെ ഏതെങ്കിലും ഒരു കവിതയെ ബേസ് ചെയ്തിട്ട് അതിലൊരു തീം വെച്ച് കണ്ട് എന്ത് ചെയ്യാൻ പറയും, നിങ്ങളോടൊരു ബ്ലോഗ് തയ്യാറാക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചപ്പോ എനി വുമണിലെ വുമൺ എംപവർമെന്റ് ആണല്ലോ അതിന്റെ ഉദ്ദേശം. അപ്പൊ വുമൺ എംപവർമെന്റിനെ കുറിച്ചാണ് നിങ്ങളുടെ ബ്ലോഗ് തയ്യാറാക്കണമെങ്കിൽ വുമൺ എംപവർമെന്റ് എന്ത് ചെയ്യുക, ഹെഡിങ് എഴുതുന്നു. നമ്മൾ അതിന് ശേഷം ഹെഡിങ് എഴുതിയതിനു ശേഷം ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് ഓപ്ഷണലാണ്, എന്നാലും കൊടുക്കുന്നത് നല്ലതാണ്. ചില ആളുകൾക്ക് ഡേറ്റ് നിർബന്ധമാണെന്ന് പറയും. അപ്പൊ ഡേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ലെറ്ററിൽ എങ്ങനെ മക്കളെ ഡേറ്റ് എഴുതുന്നത്, ഉദാഹരണത്തിന് 20 മെയ് 2023 ഇങ്ങനെയാണ് നമ്മൾ ലെറ്ററിൽ എഴുതുന്നത്. അതായത് സാധാരണ ഫോർമൽ ലെറ്റർ ആയാലും ഇൻഫോർമൽ ലെറ്റർ ആയാലും നമ്മൾ ഡേറ്റ് ചെയ്ത് ആദ്യം ഡേറ്റ് ചെയ്യുന്നു, ഡേ എഴുതുന്നു, പിന്നെ മന്ത് എഴുതുന്നു, പിന്നെ ഇയർ എഴുതുന്നു. പക്ഷെ ബ്ലോഗിലാവുമ്പോൾ ചെറുതായിട്ടൊരു മാറ്റം വരുത്തണം. ആദ്യം മന്ത് എഴുതണം. ഓക്കെ, മെയ് 20 എന്നിട്ട് ഒരു കോമ ഇട്ടുകൊണ്ട് 2023 എഴുതാം. ഇതാണ് ബ്ലോഗിലെ ഒരു മെത്തേഡ്. അത് മനസ്സിലാക്കുക. ഡേറ്റ് ഇടുകയാണെങ്കിൽ ഈ രീതിയിൽ ഇടുക, എന്നിട്ട് ഒരു ഐഫോൺ ഇടുക, ഒരു ഐഫോൺ അല്ല സ്ലാഷ് ഇടുക. എന്നിട്ട് പിന്നെ അത് എഴുതുന്ന ആളുടെ പേര്. ഇപ്പൊ ഞാനാണ് എഴുതുന്നെങ്കിൽ ഞാൻ മെഹനൂഫ് എഴുതും, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേര് ഇതാ. ഓക്കെ, അപ്പം ഹെഡിങ് ഡേറ്റിംഗ് സ്ലാഷ് ഇട്ടുകൊണ്ട് എഴുതുന്ന ആളുടെ പേര്. ഇത്രയായി കഴിഞ്ഞാൽ ബ്ലോഗിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ വിഷയം എന്താണോ ആ വിഷയം. അപ്പൊ ബ്ലോഗ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണം പറയാം, നമ്മളൊരു കാര്യം ഷെയർ ചെയ്യല്ലേ, നമ്മുടെ എന്തെങ്കിലും ഇപ്പൊ റൈസ് എന്നൊരു പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കവിത വായിച്ചിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ എന്താ പറയാ, ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഒബ്സർവേഷൻ, അങ്ങനെ തുടങ്ങിയാൽ മതി. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഒബ്സർവേഷൻ, എന്റെ നിരീക്ഷണം ഞാൻ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അബൌട്ട് ദ പോയം റൈസ് റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ, ദ വെൽ നോൺ മലയാളം പോയറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താണ്ട് തള്ളി മറിക്കുക. പിന്നെ അതിന്റെ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ ഒരു കവിതയാണെങ്കിൽ സിമ്പിൾ ആണ്, കവിതന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ പഠിച്ചാൽ അതങ്ങോട്ട് ചാമ്പി കൊടുത്താൽ മതി. ഇനിയിപ്പോ കഥയാണെങ്കിൽ കഥന്റെ ഒരു സമ്മറി പഠിച്ചാൽ അതങ്ങോട്ട് ചാമ്പി കൊടുത്താൽ മതി. പിന്നെ ബ്ലോഗിന് അങ്ങനെ ഇന്ന ലിമിറ്റേഷൻ, ഇത്ര പേജ് വേണമെന്ന് ലിമിറ്റ് ഒന്നുമില്ല. പരമാവധി നിങ്ങൾ ഒരു പേജിൽ ഒതുക്കാൻ നോക്കുക. 6 മാർക്കല്ലേ, ഒരു പുറം മതി, അതിന് കൂടേണ്ട ആവശ്യമില്ല. ഇനി മാക്സിമം കൂടി പോയ ഒരു 1.5 പുറം, അതിലേക്കൊന്നും കൂടണ്ട. അതിന് ഷോർട്ടായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു പുറം മതി. ഒരു പേജ് ആണെങ്കിൽ ആ ഒരു പേജിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം പരമാവധി ഷോർട്ടായിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കാം. ഇനി ഈ കവിതകളുടെ സമ്മറിയും അതേപോലെ തന്നെ കഥകളുടെ സമ്മറിയും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ എഴുതാനും അതേപോലെ തന്നെ ഈ കവിതകൾ വെച്ചിട്ട് കവിതയിലുള്ള എന്തെങ്കിലുമൊക്കെ സാറ്ററിക് എലമെന്റ്സ്, ഇപ്പോൾ റൈസിലെ സാറ്ററിക് എലമെന്റ്സ് അല്ലെങ്കിൽ എരി വുമൺ വെച്ചിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ, ഇങ്ങനെ പലതും നിങ്ങൾക്ക് വരാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ വുമൺ എംപവർമെന്റ് വെച്ചിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, 3 years ഓഫ് എംപവർമെന്റ് എന്നുള്ള ചാപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും ഈ സമ്മറി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ ഒക്കെ ഈ പറഞ്ഞ ഫോർമാറ്റുകളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അതേപോലെ ലെറ്റർ സാധനങ്ങളൊക്കെ. പിന്നെ മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണല്ലോ ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരു ബ്ലർബ് തയ്യാറാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലുള്ള ഒരു ബ്ലർബാണ് തയ്യാറാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ആക്കണം. എന്നിട്ട് പാഠത്തിന്റെ പേര് മാച്ച് ബോക്സ് എന്ന് മേലെ കൊടുത്തിരിക്കുന്നു. നേരെ താഴെയായിട്ട് ആശാപൂർണ ദേവിന്ന് എഴുത്തുകാരിയുടെ പേര് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ആ കഥയെക്കുറിച്ചും അതേപോലെ എഴുത്തുകാരെ കുറിച്ചൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. മാച്ച് ബോക്സ് ഈസ് എ ഗ്രേറ്റ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ബൈ പ്രൊമിനന്റ് ഇന്ത്യൻ റൈറ്റർ ആൻഡ് ജ്ഞാനപീഠ് അവാർഡ് ഹോൾഡർ ആശാപൂർണ ദേവി. അതായത് പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരിയും ജ്ഞാനപീഠം അവാർഡ് ജേതാവുമായ ആശാപൂർണ ദേവിയുടെ ഒരു മഹത്തായ രചനയാണ് മാച്ച് ബോക്സ്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ. വിവാഹിതരായ ഒരു ദമ്പതികളുടെ കഥയാണിത്. ദ സ്റ്റോറി എക്സ്പോസസ് ദ അൺഹെൽത്തി മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ മെനി ടിപ്പിക്കൽ ഇന്ത്യൻ ഫാമിലീസ്. അതായത് യാഥാസ്ഥികരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ഇന്ത്യൻ കുടുംബത്തിൽ നിലനിൽക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ്, അതായത് അത്ര രസകരമല്ലാത്ത റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. ദ ഓദർ സേസ് ദാറ്റ് വുമൺ ക്യാൻ ബി കമ്പയർഡ് ടു മാച്ച് ബോക്സസ്. അതായത് ഇവിടെ എഴുത്തുകാരി പറയുന്നത് സ്ത്രീകളെ ഒരു മാച്ച് ബോക്സിനോട്, തീപ്പെട്ടിയോട് കമ്പയർ ചെയ്യാമെന്നാണ്. ഓൾദോ ദീസ് ടു ക്യാൻ ബി ഫൗണ്ട് വെരി കാം ഇൻ ദ കിച്ചൺ ആൻഡ് ബെഡ്റൂം. അതായത് ഈ രണ്ടും, അതായത് പെണ്ണും തീപ്പെട്ടിയും ബെഡ്റൂമിലും അതേപോലെ തന്നെ അടുക്കളയിലും വളരെ ശാന്തരായി കാണപ്പെടുന്ന 2 സാധനങ്ങളാണ്. ബട്ട് എന്താണ്, ഓൾസോ ദേ ഹാവ് ദ പവർ ടു എക്സ്പ്ലോഡ്. പക്ഷേ എന്താണ്, നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ, ആവശ്യം വന്നാൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള കഴിവ് ഇവർ രണ്ടിലും ഉണ്ട് എന്നാണ് പറയുന്നത്. യു വിൽ ബി ഷോക്ക്ഡ് ബൈ റീഡിംഗ് ദാറ്റ്. നിങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോവും. വാട്ട് ഹാപ്പൻ ടു അജിത്
അജിത്സ് ലൈഫ്, അജിത്തിന്റെ ജീവിതത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. വെൻ ഹിസ് വൈഫ് നമിത ഹാഡ് കോട്ട് ഫയർ ലൈക്ക് എ മാച്ച്, ഒരു മാച്ച് സ്റ്റിക്ക് പോലെ തന്നെ, ഒരു തീപ്പെട്ടി പോലെ ആര് നമ്മുടെ നമിത ഒരു ഫയർ ആയിട്ട് മാറുന്നുണ്ട്, തീ പിടിക്കുന്നുണ്ട് അല്ലേ, നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അജിത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓർത്തിട്ട് നിങ്ങൾ വരെ ഞെട്ടിയേക്കാം. അപ്പോൾ നമ്മുടെ കഥയ്ക്ക് ഒരു സസ്പെൻസ് കൊടുക്കാണ്. ദിസ് ഈസ് ദ ഓതേഴ്സ് മാസ്റ്റർ പീസ്, തീർച്ചയായിട്ടും ഓതറുടെ എഴുത്തുകാരിയുടെ ഒരു മഹത്തായ രചനയാണിത്. എ മസ്റ്റ് റീഡ് ബുക്ക്, തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വായിക്കാനുള്ള ഒരു ഇൻട്രോ വരും. ഓക്കെ, ഇതേമാതിരി തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് എന്നുള്ളൂ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഓതറുടെ മറ്റു വർക്കുകളും കൂടി താഴെ കൊടുക്കാം. അതർ നോട്ടബിൾ വർക്ക്സ് അല്ലെങ്കിൽ അതർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ദ ഓതർ എന്ന് കൊടുത്തിട്ട് ഇവിടെ ആശാപൂർണ്ണ ദേവിയുടെ 2 പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ 2 പുസ്തകങ്ങളുടെ പേരുകൾ ഇതാ, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ആണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ആ എഴുത്തുകാരിയുടെ മറ്റേതെങ്കിലുമൊക്കെ കഥകളോ നോവലുകളോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതവിടെ താഴെ ഇതാ. എന്നിട്ട് പിന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റെന്താ പറയുക പബ്ലിഷറുടെ പേരും അതേപോലെ പബ്ലിഷ് ചെയ്ത ഡേറ്റും കൊടുക്കുക. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി എഴുതിക്കോളൂ. പിന്നെ ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്കിൻ്റെ പ്രൈസ് റൈറ്റ് സൈഡിൽ കൊടുക്കുക. അതൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് മെയിനായിട്ട് ആ കണ്ടന്റിനാണ് മാർക്ക്. ആ കണ്ടന്റ് കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അതുപോലെ ഹെഡിങ്, ആ എഴുത്തുകാരുടെ പേര്, ആ മേലുള്ള സ്ട്രക്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയായിട്ട് ആ സ്ക്വയർ കണ്ട് വരച്ച് കള്ളിയാണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്കും കിട്ടും. ഇതിലൊന്നും കാര്യമായിട്ട് മാർക്കൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും, അതങ്ങോട്ട് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തായിട്ട് ബ്ലോഗ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന്. ഇവിടെ ഒരു മോഡൽ തന്നിരിക്കുന്നു, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, അതായത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ബ്ലോഗാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ് കൊടുക്കുന്നു, അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. മാസത്തിൻ്റെ പേര് ആദ്യം എഴുതുക, പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതുന്ന ആളുടെ പേര് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ വിഷയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. ആദ്യം തന്നെ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഒബ്സർവേഷൻ ഓൺ ഡ്രഗ് അബ്യൂസ്, വിഷയത്തെ അവതരിപ്പിക്കുന്നു, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് പറയാണ്. നിങ്ങൾ ഇതന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് മോഡലിൽ വന്നെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കണ്ട. അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രഗ് അബ്യൂസ് തന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിട്ട് എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ. അപ്പോൾ ഈ ഒരു സമ്മറി എന്തായാലും പഠിച്ചു വെക്കുക. ഇത് കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ നിന്നൊക്കെ കുറച്ച് വിഴുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ് ഓരോ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി മതി, ഇടയിലുള്ളൊന്നും അധികം വായിച്ചു നോക്കുന്നില്ല. പിന്നെ നല്ല നല്ല സെൻറ്റൻസുകൾക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ അത് മാത്രമേ നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തരികടകൾ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് തല കയറും. ഡ്രഗ് അബ്യൂസ് ഈസ് എ സീരിയസ് ത്രെറ്റ് ഡിസ്റ്റർബിംഗ് അവർ മോഡേൺ സൊസൈറ്റി. നമ്മുടെ ആധുനിക സമൂഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഭീഷണിയാണ് ഡ്രഗ് അബ്യൂസ്. ഇറ്റ് ഹാസ് ബിക്കം എ ട്രെൻഡ് ടുഡേ ടു ഇൻഡൾജ് ഇൻ ഡ്രഗ്സ്. അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുക എന്നുള്ളത് ഇന്നൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ടീനേജേഴ്സ് ആർ ദ മെയിൻ വിക്ടിംസ് ഓഫ് ദിസ് മെനാക്ക്. അപ്പോൾ ഈ ഒരു വിപത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീനേജേഴ്സ് ആണ്. ഡ്രഗ് അഡിക്ഷൻ നെഗറ്റീവ്ലി അഫക്റ്റ് ഓൺ ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഡ്രഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ബാധിക്കുന്നുണ്ട്. It is sure that drug abuse is a serious curse facing the Indian society today. ഇന്ത്യൻ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞാൽ അത് ഡ്രഗ് അഡിക്റ്റ് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇറ്റ് ഹാസ് സ്പ്രെഡ് ലൈക്ക് എ ക്യാൻസർ ഇൻ അവർ കൾച്ചർ ദാൻ എനി അതർ സോഷ്യൽ ഇവൽസ്. മറ്റേതൊരു സാമൂഹിക തിന്മയേക്കാളും വലിയൊരു ക്യാൻസർ പോലെ ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അല്ലെങ്കിൽ കൾച്ചറിൽ മുഴുവൻ. അവർ യങ് ജനറേഷൻ ഇസ് വെരി മച്ച് അഡിക്റ്റഡ് ടു ദിസ് ആൻഡ് ബിക്കം ദ വിക്ടിംസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഡിപ്രഷൻ. നമ്മുടെ യുവതലമുറയാണെങ്കിൽ ഇതിന് വളരെയധികം അടിമപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഇരകൾ ഇത് ഏകാന്തതയുടെയും ഡിപ്രഷൻ്റെ ഒക്കെ ഇരകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇറ്റ് മേക്സ് ദ പീപ്പിൾ അൺഫിറ്റ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും ഇത് ജനങ്ങളെ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യക്തികളെ അൺഫിറ്റ് ആക്കി മാറ്റുകയാണ്, ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുകയാണ്. ഡ്രഗ് അഡിക്ട്സ് ലോസ് മണി ആൻഡ് ഹെൽത്ത്. അപ്പോൾ പണവും അതേപോലെ തന്നെ ആരോഗ്യവും രണ്ടും ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ നശിപ്പിക്കുന്നുണ്ട്. വൺ ഹു അഡിക്റ്റഡ് ടു ഇറ്റ് കനോട്ട് ഡു വിത്തൗട്ട് ഇറ്റ്. ഇത് ഒരിക്കലും ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ നമുക്ക് പറ്റില്ല. ദേ ലോസ് ദ ജോയ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ സന്തോഷം തന്നെ ഇത് നശിപ്പിക്കുന്നു. ദേ ഓഫൺ പിൽഫർ മണി ഫ്രം എ ഹൗസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ് അഡിക്റ്റുകൾ പലപ്പോഴും വീട്ടിൽ നിന്ന് പണം വരെ അടിച്ചു മാറ്റാറുണ്ട്. സംടൈംസ് ദേ സീക്ക് ഇറ്റ് ബൈ അൺലോഫുൾ മീൻസ്. പലപ്പോഴും അത് നമ്മുടെ നിയമത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. അതായത് മോഷ്ടിക്കാനൊക്കെ അവർ റെഡിയാവും. ഡ്രഗ് കൺസപ്ഷൻ ലീഡ്സ് ടു ദ വയലൻസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ പല വയലൻസിനും അതിക്രമങ്ങൾക്കും ഡ്രഗ് അബ്യൂസ് ചെയ്ത് ലഹരിയുടെ ഉപയോഗം കാരണമാവാറുണ്ട്. ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദിസ് മെനാക്ക്. അപ്പോൾ ഈ ഒരു വിപത്തിനെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി വി ഹാവ് ടു ടേക്ക് സം നെസറി സ്റ്റെപ്സ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ വളരെ അനിവാര്യമായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടതുണ്ട്. അവർ ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ പ്രോപ്പർ അവയർനെസ് അഗേൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ലഹരി ഉപയോഗിക്കുന്നതിനെതിരായിട്ട് നല്ലൊരു ബോധവൽക്കരണം തന്നെ കൊടുക്കേണ്ടതുണ്ട്. ദ യങ് ജനറേഷൻ മസ്റ്റ് സേ നോ ടു ഡ്രഗ്സ്. യുവതലമുറ തീർച്ചയായിട്ടും ഡ്രഗിനോട് നോ പറയേണ്ടതുണ്ട്. അതർവൈസ് വി വിൽ ലോസ് അവർ ജനറേഷൻ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജനറേഷനെ നഷ്ടപ്പെടും. ഇറ്റ് വിൽ ലീഡ് ടു ദ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് അവർ ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്. അത് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ തന്നെ നാശത്തിന് കാരണമാകും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഈ ഡ്രഗിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ എന്തുകൊണ്ടായാലും ഇതന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഇതിപ്പോൾ ഒരു ബ്ലോഗാണ്.
അങ്ങനെ എന്ത് ഡ്രഗിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഇതന്നെ എഴുതിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇടയ്ക്ക് ഓരോ സെൻറ്റൻസ് ഒഴിവാക്കി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മക്കളെ, +1 ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് ഇൻഫോർമൽ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഇൻഫോർമൽ അല്ലെങ്കിൽ ഫോർമൽ ഇമെയിൽ റൈറ്റിങ്ങും. ഒത്താല് ചുളുവിൽ ഒരു 10-12 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ആരും നിങ്ങളെ ചതിച്ചിട്ടില്ലെങ്കിൽ മക്കളെ, ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇതിൽ 2 ക്വസ്റ്റ്യൻസും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ലെറ്റർ ആയാലും ഇമെയിൽ ആയാലും അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ ഇടയിൽ നിങ്ങളുടെ കാര്യങ്ങൾ, ചോദ്യത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുത്തി കയറ്റി വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം ഉണ്ടാക്കി എഴുതാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട. ഇനി ഉണ്ടാക്കി എഴുതാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു തരുന്ന ഈ ഫോർമാറ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ ഏറി വന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എങ്ങനെ മിസ്സാവുമായിരിക്കും, ബാക്കിയുള്ള മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ ലെറ്റർ ആയാലും ഇമെയിൽ ആയാലും ഇൻഫോർമലും ഉണ്ട് ഫോർമലും ഉണ്ട്. ഈ ഇൻഫോർമലും ഫോർമലും നമ്മൾ വ്യത്യാസമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയക്കുന്ന കത്തുകളും ഇമെയിലുകളൊക്കെയാണ് ഇൻഫോർമൽ. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഫോർമാലിറ്റി ആവശ്യമുള്ളതോ, അതായത് നമ്മുടെ ഓഫീസർമാർക്കോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അങ്ങനെ ആർക്കെങ്കിലൊക്കെ നമ്മൾ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അയക്കുന്നതാണ് എന്ത്, ഫോർമൽ ലെറ്ററുകൾ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റും തരുന്നുണ്ട്, അതേപോലെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫോർമൽ ഇമെയിലിൻ്റെയും ഫോർമൽ ഇമെയിലിൻ്റെയും ഫോർമാറ്റുകൾ തരുന്നുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായിട്ടുണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ മൊത്തം കാണണം, കാരണം അവസാനം വരെ കണ്ടാലേ എല്ലാത്തിൻ്റെ ഫോർമാറ്റും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് ഇത് വരച്ച് തന്നെ പഠിക്കാൻ കേട്ടോ. ഇതിൽ പറഞ്ഞ അതേപോലെ വരച്ച് പഠിച്ചാലേ ഈ ഫോർമാറ്റിൻ്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചെങ്കെ ഇമ്പക്കണ്ട ഐശ്വര്യമായിട്ട് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ അമ്മക്കോ അച്ഛനോ സുഹൃത്തിനോ ആർക്കെങ്കിലൊക്കെ അയക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും വരിക. അതല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ വല്ല കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആശംസ അറിയിച്ചുകൊണ്ടൊക്കെ അയക്കുന്ന ഒരു കത്തായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക, എന്താ ഇൻഫോർമൽ ആണോ, സുഹൃത്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലോ അയക്കുന്ന ഒരു കത്താണെങ്കിൽ ഉറപ്പിച്ചത് ഇൻഫോർമൽ ആണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഈ പറഞ്ഞ ഫോർമാറ്റിൽ എഴുതാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ അഡ്രസ്സ് ഞാനിവിടെ ഒരു ചുമ്മാ അഡ്രസ്സ് കൊടുത്താണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയും ആർക്കാണ് കത്തയക്കുന്നത്. അപ്പോൾ ആ കത്തയക്കുന്ന ആളുടെ അഡ്രസ്സ്, ഫ്രം അഡ്രസ്സാണ് മേലെ കൊടുക്കേണ്ടത്. പക്ഷേ ഫ്രം എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അഡ്രസ്സ് ഇങ്ങനെ കൊടുക്കുക, ഒരു വീട്ടുപേര് കൊടുക്കുക, പേര് കൊടുക്കുക, അതേപോലെ തന്നെ ഏതെങ്കിലും റോഡിൻ്റെ നെയിം, അത് പിന്നെ നിങ്ങൾക്ക് ഏത് വേണം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേര്, അത് ആ കഥാകാരന് അല്ലെങ്കിൽ കഥയുമായി യോജിപ്പിച്ച ഒരു സ്ഥലം തന്നെ കൊടുത്താൽ അത്രയും നല്ലത്. പിന്നെ ഒരു പിൻകോഡായിട്ട് എന്തെങ്കിലും ഒരു നമ്പറും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമാർക്കിനുള്ള വകുപ്പായി. ഇനി താഴെ ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാസത്തിൻ്റെ പേരെന്നെ എഴുതണം. ഇവിടെ ഞാൻ മെയ് എന്ന് കൊടുത്ത് കണ്ടില്ല, May 20 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക, നിങ്ങളെ സ്വന്തം ബർത്ത്ഡേനെ കൊടുത്തോളിന്ന്, പിന്നെ മാർക്കില്ലല്ലോ. പിന്നെ മാസത്തിൻ്റെ പേര് കൊടുക്കണം, ജൂൺ, ജൂലൈ, ജനുവരി ഇങ്ങനെയുള്ള പേരുകൾ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് സല്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഒരു വരി ഗ്യാപ്പ് വിട്ടിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ മൈ ഡിയർ എന്ന് എഴുതുക. അതായത് ഡിയർ എന്നോ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്നൊന്നും ഇവിടെ കൊണ്ട് എഴുതരുത്, മൈ ഡിയർ എന്ന് തന്നെ എഴുതണം. കാരണം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആളുകൾക്കാണല്ലോ നമ്മൾ ഇൻഫോർമൽ ലെറ്റർ അയക്കാം. അപ്പോൾ മൈ ഡിയർ വെച്ചിട്ട് പിന്നെ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ അങ്ങനെ ഒന്നും എഴുതരുത്. നിങ്ങളൊരു സുഹൃത്തുക്കൾക്കാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൻ്റെ ഒരു സിമ്പിൾ പേര് എഴുതുക. ഇവിടെ ഞാൻ സാം എന്ന് എഴുതിയ മാതിരി, സാംന്നോ ജൂലിന്നോ എന്താണോ നിങ്ങൾക്ക് കത്ത് എഴുതുന്ന ആർക്ക് കത്ത് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഒരു ഷോർട്ട്, ഇപ്പോൾ ഹസനാണ് മൈ ഡിയർ ഹസൻ എന്നൊക്കെ എന്ത് ചെയ്യുക, ഷോർട്ടായിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ടൊരു കോമ നിർബന്ധമായിട്ട് ഇടണം. ഇനി അമ്മയ്ക്കാണെങ്കിൽ മൈ ഡിയർ മം എന്ന് എഴുതുക, അല്ലാതെ മദർ എന്ന് എഴുതരുത്. അച്ഛനാണെങ്കിൽ മൈ ഡിയർ പപ്പ എന്നോ ഡാഡെന്നോ എഴുതുക. ഓക്കെ, അങ്കിളിനാണ് അങ്കിൾ തന്നെ എഴുതിയാൽ മതി, ആൻറ്റിക്കാണ് ഓണ്ടെന്ന് എഴുതുക. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞിട്ടൊരു കോമഡി കേട്ടോ. എന്നിട്ട് പിന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡയലോഗുകളൊക്കെ ഇതേപോലെ കോപ്പി അടിച്ച് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഇൻഫോർമൽ ലെറ്ററിലും എഴുതാൻ പറ്റിയിട്ടുള്ള ഡയലോഗുകളാണിത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഫോർമാറ്റ് തരുന്നത്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇതങ്ങോട്ട് കാണാതെ പഠിക്കാം. എന്നിട്ട് ഈ ഡയലോഗുകളൊക്കെ കണ്ട് വെച്ച് കാച്ചുക. പിന്നെ അതിൽ കുറച്ച് വരകളിട്ട് ഗ്യാപ്പുകളുണ്ടോ അവിടെ നിങ്ങൾ കണ്ടന്റ് എഴുതി വെക്കണം. ഒരു കണ്ടന്റും എഴുതാൻ അറിയാത്തവർക്ക് നമ്മൾ 10ാം ക്ലാസ്സിൽ ചെയ്ത അത് ഉടായ്പ തന്നെ ചെയ്യുക. നിങ്ങളെ പാഠത്തിലെ ഏത് പാഠത്തെ ഒരു ലെറ്ററാണോ വരുന്നത്, ആ പാഠത്തെ എന്തെങ്കിലും സമ്മറി എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് കുത്തി കയറ്റുക. ഞാൻ അതും കിട്ടിയിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എന്തെങ്കിലുമൊക്കെ പാരഗ്രാഫ് ഉണ്ട് കുത്തി കയറ്റുക, എന്നിട്ടാണ്ട് ഫില്ലാക്കുക. ഓക്കെ, പിന്നെ കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഏത് കത്തായാലും ഇമെയിൽ ആയാലും കേട്ടോ, നിങ്ങൾ ഒരു ഫ്രഷ് പേജിൽ വേണം എഴുതാൻ. അല്ലാതെ അതിങ്ങനെ മുറിഞ്ഞു പോകരുത്. ഒരു പേജിൻ്റെ പകുതിയിൽ എഴുതിയിട്ട് അതിൻ്റെ ബാക്കി വേറെ പേജിലേക്ക് പോകരുത്. അങ്ങനെ പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് വരെ കുറയാനത് സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ എഴുതരുത്. കഴിയുമെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫ്രഷ് പേജുകളിൽ കത്ത് ഇമെയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതുക. കാരണം നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു പേജിൽ കറക്റ്റായിട്ട് കത്തും ഇമെയിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. ഒരു പേജ് കടക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. ഈ ഫോർമാറ്റൊക്കെ വീട്ടിൽ നിന്ന് എഴുതി പഠിക്കുക. ഒരു A4 ഷീറ്റിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ബോക്സ് വരയ്ക്കണം നിർബന്ധമായിട്ടും. നല്ല വൃത്തിയിൽ തന്നെ സ്കെയിൽ കൊണ്ട് തന്നെ ബോക്സ് വരയ്ക്കുക. ഇതിനൊക്കെയാണ് മാർക്ക് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഈ കണ്ടന്റ് ഒന്ന് വായിച്ചു തരാം. എന്തൊക്കെയാണ് നമുക്കൊരു ഇൻഫോർമൽ ലെറ്ററിൽ എഴുതാൻ പറ്റിയിട്ടുള്ള ഡയലോഗ്സ് എന്ന്. നമ്മൾ സാധാരണ എഴുതുന്ന ഡയലോഗുകൾ തന്നെയാണ്. ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ എം ഓൾസോ ഓക്കെ ഹിയർ. അതായത് സുഖമല്ലേ, എനിക്ക് സുഖം തന്നെ, നിനക്ക് ഇവിടെ സുഖമെന്ന് കരുതുന്നു. ഹൗ ഇസ് യുവർ സ്റ്റഡീസ് ഗോയിങ് ഓൺ, നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം വർക്ക്സ് എന്ന് വെച്ചാൽ മതി. ഹൗ ഇസ് യുവർ വർക്ക്സ് ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ മതി. ഇനി ഡു യു ഹാവ് എനി പ്ലാൻ ടു വിസിറ്റ് മീ ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ, അടുത്ത അവധിക്കാലത്ത് എന്നെ സന്ദർശിക്കാൻ നിനക്ക് പ്ലാൻ ഉണ്ടോയെന്ന്. അവിടെ ഡൂൻ്റെ ഡി ക്യാപിറ്റൽ എഴുതണം. ഞാൻ എഴുതിയപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഐ ആം ഓൾവേസ് എക്സ്പെക്ടിങ് യുവർ അറൈവൽ, നിന്റെ വരവിനായിട്ട് ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ ചുമ്മാണ്ട് തട്ടിവിടുക. ഇനി അടുത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ മെയിൻ അതിൻ്റെ കണ്ടന്റിലേക്ക് വരികയാണ്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് തുടങ്ങുക. ഡിയർ എന്ന് വെച്ചിട്ട് 2-3 ഡോട്ട് ഇടുക, അതായത് പ്രിയപ്പെട്ടവനെ എന്നൊന്ന് വിളിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ വിത്ത് യു, നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാന്ന് പറഞ്ഞിട്ട് എന്താണോ കാര്യം കത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം എഴുതുക. ഓക്കെ, അതൊരു പാരഗ്രാഫായിട്ടോ അല്ല 2 പാരഗ്രാഫായിട്ടോ നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം പിന്നെ അവസാനത്തെ ഒരു പാരഗ്രാഫായിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്, എൻ്റെ ഫീലിങ്സ് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന്, എല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺവേ മൈ വാം റിഗാർഡ്സ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നിൻ്റെ കുടുംബത്തിനും അതേപോലെ തന്നെ നിൻ്റെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ അന്വേഷണം അറിയിക്കുക. എക്സ്പെക്ടിങ് യുവർ ഫേവറബിൾ റിപ്ലൈ സൂൺ, നിൻ്റെ നല്ലൊരു മറുപടി ഞാൻ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ലാസ്റ്റ് സബ്സ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതണം. ഇവിടെ ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് താങ്ക് യു എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതുക, ഫെയ്ത്ത്ഫുള്ളി എന്നോ ട്രൂലി എന്നൊന്നും ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതരുതേ. എന്നിട്ട് കോമ നിർബന്ധമായിട്ട് ഇടണം. അപ്പോൾ നമ്മൾ 2 സ്ഥലത്താണ് കോമ ഇട്ടത്, മേലെ സല്യൂട്ടേഷനിലും ഇവിടെ ഈ സബ്സ്ക്രിപ്ഷനിലും. എന്നിട്ട് അതിനുശേഷം കത്ത് എഴുതുന്ന ആളുടെ പേര് എഴുതുക, ഫുൾ നെയിം എന്ന് എഴുതുക. എന്നിട്ട് അതിൽ സിഗ്നേച്ചർ ഇടരുത്, ഒരിക്കലും നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്ത് വിടരുത്. പകരം എന്ത് ചെയ്യുക വെച്ചാൽ SD എന്ന് സൈൻഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് SD എന്ന് ഇടുക, ബ്രാക്കറ്റിൽ ഇടുക. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, ആ ഒരു ഫോർമാറ്റിൻ്റെ ഫുൾ മാർക്കും കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചേർക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചിരിക്കും ബാക്കി നിങ്ങളുടെ മാർക്ക് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫോർമൽ ലെറ്ററിലേക്ക് വരാം. ഫോർമൽ ലെറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇൻഫോർമൽ ലെറ്ററിന് ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുക്കണം എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ഫ്രം അഡ്രസ്സ് മാത്രമേ കൊടുത്തത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രം ടു എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഞാനിവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതിയില്ലായിരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയുന്നില്ല കേട്ടോ, വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രം അഡ്രസ്സ് കൊടുക്കുക. ആർക്കാണോ കത്തെഴുതുന്നത്, ആരാണ് കത്തെഴുതുന്നതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമല്ലോ, അതിന് യോജിച്ചൊരു അഡ്രസ്സ് കൊടുക്കുക, നെയിമൊക്കെ കൊടുക്കണം. പിന്നെ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മാസത്തിൻ്റെ പേര് കൊടുത്തുകൊണ്ടുള്ള ഡേറ്റ് കൊടുക്കുക, ഒരു ഗ്യാപ്പ് വിടണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ടു അഡ്രസ്സ് കൊടുക്കുക, വേണമെങ്കിൽ 2 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതും ഞാനിവിടെ ചുമ്മാ ഒരു ഫേക്ക് അഡ്രസ്സ് കൊടുത്താണ്. നിങ്ങൾക്ക് ആർക്കാണോ ഈ ഒരു ലെറ്റർ അയക്കുന്നത്, ചിലപ്പോൾ പോലീസ് ഓഫീസർക്കായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കാം, ആർക്കാണ് അയക്കുന്നതെന്ന് അവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ചിലപ്പോൾ ഒരു എഡിറ്റർക്കായിരിക്കും, ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്കായിരിക്കാം, എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താണോ ചോദ്യം വരുന്നത് അതിനനുസരിച്ച് ചെയ്ത്. അപ്പോൾ എഡിറ്ററാണ് ദ എഡിറ്റർ, പിന്നെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്ന്നോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ, അഡ്രസ്സൊക്കെ. പിന്നെ നിങ്ങൾ സർ എന്ന് എഴുതാം, റെസ്പെക്റ്റഡ് സാറിനോ ഡിയർ സാറിനോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, സർ എന്ന് എഴുതിയാൽ മതി. ഇനി മാക്സിമം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിയർ സർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെസ്പെക്റ്റഡ് എന്നുള്ളത് അത്ര നല്ലൊരു സുഖകരമായിട്ടുള്ള ഒരു വാക്കൊന്നുമല്ല, റെസ്പെക്റ്റഡിനേക്കാൾ നല്ലത് ഡിയർ സർ എന്ന് കൊടുക്കുന്നതാണ്. ഞാനിവിടെ എന്തായാലും സാറിനെ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിയർ സാർ എന്ന് കൊടുക്കാം. എന്നിട്ട് കോമ ഇടുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ അതിന് ശേഷമാണ് നിങ്ങൾ സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. ചില ആളുകൾ ആദ്യം സബ്ജക്റ്റ് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ സല്യൂട്ടേഷൻ ആയിട്ടുള്ള സർ അല്ലെങ്കിൽ ഡിയർ സർ എന്ന് കൊടുക്കാറുണ്ട്. അതിനേക്കാൾ നല്ലത് നമ്മുടെ സല്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സബ്ജക്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റിൽ കൃത്യമായിട്ട് വളരെ ഷോർട്ടായിട്ട് എന്ത് മാറ്ററിന് വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ നമ്മൾ അയക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ചേർക്കണം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഇൻവിറ്റേഷൻ ചെയ്യുന്നതിന്, വല്ല ഉദ്ഘാടനത്തിനൊക്കെ ഇൻവിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ വല്ല കൺഗ്രാജുലേഷൻ ചെയ്യുന്ന ആരെങ്കിലും വലിയ ഉദ്യോഗസ്ഥന്മാരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഇതിൽ ഞാൻ തന്നിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ്, ഒരു വയൽ നികത്തുന്നതിന് ഇതിലായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ലെറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള വല്ല കംപ്ലയിൻറ്റ് ലെറ്റർ ആയിരിക്കാം. എന്താണോ അതിനനുസരിച്ചുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത സബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് എഴുതുന്നതിന് മുമ്പായിട്ട് ഏത് ഫോർമൽ ലെറ്റർ വന്നു കഴിഞ്ഞാലും എഴുതാവുന്ന ഒരു ചെറിയൊരു ഡയലോഗ് ഉണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതേമാതിരി തന്നെ പഠിച്ചേക്കുക. അതായത് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ടു യുവർ കൈൻഡ് അറ്റൻഷൻ, അതായത് നിങ്ങളുടെ ദയവേറിയ ശ്രദ്ധയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പിന്നെ എന്താണോ സബ്ജക്റ്റ്, അതായത് എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ കത്തെഴുതുന്നത്, ആ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിൻസ് ഒക്കെ തരുമല്ലോ, അത് വെച്ചിട്ട് അങ്ങോട്ട് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നും കിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുക കേട്ടോ. എന്തായാലും എഴുതണം, ഒരു പാരഗ്രാഫെങ്കിലും മിനിമം എഴുതിയിടുക. അതിനുശേഷം പിന്നെ അവസാനത്തെ പാരഗ്രാഫായിട്ട് എഴുതുക, ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്, അതായത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ടു കൺസിഡർ മൈ ലെറ്റർ, എൻ്റെ ഈ കത്ത് പരിഗണിക്കുന്നതിൽ നിങ്ങളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഹോപ്പ് യു വിൽ ഡു ദ റിക്വയർഡ്, ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ നടപടികൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, നിങ്ങളിൽ നിന്ന് ഉടൻ തന്നെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു എന്ന് പറയാം, ഇവിടെ താങ്ക് യു ഇടണം. പിന്നെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നിടുക, കാരണം നേരത്തെ നമ്മൾ ലവിംഗ്ലി എന്നിട്ടത്, അതിന് പകരം ഇവിടെ ഫെയ്ത്ത്ഫുള്ളി എന്നിടുക, കോമ ഇടുക, എഴുതുന്ന ആളുടെ പേര് എഴുതുക, പിന്നെ നേരത്തെ പോലെ സൈൻ ചെയ്യരുത്, പകരം SD എന്നിടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റത്തെ
പാരഗ്രാഫൊക്കെ നിങ്ങൾക്ക് ഏത് ഫോർമൽ ലെറ്ററിലും എഴുതാം. ഓക്കെ, അപ്പം ലെറ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ. ഇനി നമുക്ക് ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മക്കളെ, ഇമെയിലിൻ്റെ കാര്യത്തിലും ഇപ്പം നമ്മൾ ലെറ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ഫോർമലുണ്ട് ഇൻഫോർമലുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ കണ്ടന്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സ്ട്രക്ചറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇമെയിലിൽ. കാരണം ഇമെയിലാണല്ലോ. ഇമെയിലും ലെറ്ററും നമ്മൾ വ്യത്യാസം നമുക്കറിയാം. ലെറ്റർ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്കിലേക്ക് മാറിയപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലായി ലെറ്ററൊക്കെ. അങ്ങനെ ഇൻ്റർനെറ്റിലൂടെ കത്തയക്കുന്ന ഏർപ്പാടിനാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഏതായാലും ഇമെയിൽ അയക്കുന്ന രീതി ഇവിടെ നോക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ബോക്സ് ആയിട്ട് വേണം ഇമെയിൽ തയ്യാറാക്കാൻ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ 2 എന്നുള്ള ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൽ ആർക്കാണോ നിങ്ങൾ ഇമെയിൽ അയക്കുന്നത്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമല്ലോ, അയാളുടെ പേര് വെച്ചിട്ട് @gmail.com. ഇപ്പോൾ ഉദാഹരണത്തിന് ഹസൻ ആണെങ്കിൽ hasan@gmail.com. അങ്ങനെ ഒരു പേര് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക. ഇപ്പോൾ അബ്ദുൽ കലാമിനാണെങ്കിൽ kalam@gmail.com. അങ്ങനെ എന്തെങ്കിലും ഒരു gmail.com എന്നുള്ളൊരു അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, 2 അഡ്രസ്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ജിമെയിലിൽ നമ്മൾ അയക്കുന്ന അല്ലെങ്കിൽ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഫ്രം ഇമെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഫ്രം എന്നുള്ള ഇമെയിൽ ID എന്തായാലും നമ്മൾ അയക്കുന്ന ആളുടേതല്ലോ, അത് ഓൾറെഡി നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ മേലെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിൻ്റെ അടിയിൽ അടുത്തായിട്ട് നിങ്ങൾ CC എന്ന് എഴുതിയിട്ടൊരു ബോക്സ് കൊടുക്കണം. അതിൻ്റെ നേരെ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കൊടുത്താൽ മതി. കാരണം ഈ CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പിയാണ്. അതായത് നമ്മളൊരു ഇമെയിൽ അയക്കുന്ന സമയത്ത് അതേ ഇമെയിൽ കുറേ പേർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഈ കാർബൺ കോപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയും. ഇതും അതേപോലെ തന്നെ ഒന്നിലേറെ പേർക്ക് നമ്മൾ അയക്കുന്ന ആ ഒരു ലെറ്റർ എന്താണോ നമ്മൾ അയക്കുന്നത് അത് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ BCC എന്നറിയപ്പെടുന്ന ബ്ലൈൻഡ് കാർബൺ കോപ്പിയും. പക്ഷേ ഈ CCയിൽ നിന്ന് ബ്ലൈൻഡ് കാർബൺ കോപ്പിക്കുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലൂടെയാണ് നമ്മൾ മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ളവർ അത് അറിയില്ല. എത്ര പേർക്കാണ് ഇത് അയച്ചത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും അത് രണ്ടും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരാൾക്ക് അയക്കാനല്ലേ പറയുള്ളൂ. അപ്പം ആ ഒരു 2 അഡ്രസ്സ് മാത്രം നിങ്ങൾ ഇമെയിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഇനി അടുത്തത് സബ്ജക്റ്റ് എന്ന് എഴുതുക. സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ട് എന്താണോ സബ്ജക്റ്റ്, അത് ഫോർമൽ ആയാലും ഇൻഫോർമൽ ആയാലും നിങ്ങൾ എഴുതണം. എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് എഴുതുക. അതാണ് അതിൻ്റെ വൃത്തി കേട്ടോ. ഇപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആണെങ്കിൽ കംപ്ലയിൻ്റ് അഗെയിൻസ്റ്റ് എഴുതുക, ആ രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ ആണെങ്കിൽ കൺഗ്രാജുലേറ്റിംഗ് എന്താണോ കാര്യം അത് എഴുതുക. ഇൻവിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ലെറ്ററിൽ എഴുതിയ സെയിം മാറ്ററാണ് കണ്ടന്റ്. അതായത് ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ മൈ ഡിയർ എന്ന് എഴുതിയിട്ട് ആളുടെ പേര് എഴുതുക. അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ പപ്പ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഡാഡ് എന്ന് എഴുതുക, അമ്മയാണ് അമ്മ എന്ന് എഴുതുക, കാര്യങ്ങൾ എഴുതുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗുകൾ തന്നെയാണ്. പിന്നെ ആകെയുള്ളൊരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാൽ അവസാനത്തെ സൈൻ ഇടുന്നതിന് പകരം ഇമെയിൽ ID കൊടുക്കുക. അതായത് എഴുതുന്ന ആളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇവിടെ കണ്ടില്ല ഇമെയിൽ ID arunkumar@gmail.com. അരുൺകുമാർ എന്ന ഒരാളാണ് അയക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു Gmail ID ഇട്ടത്. അപ്പോൾ ആരാണോ അയക്കുന്നത് അയാളുടെ ഒരു Gmail ID ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളായാൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മെയിലായി. ഓക്കെ, ഇനി നമുക്ക് ഫോർമൽ ആയിട്ടുള്ള നോക്കാം. ഫോർമൽ ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ചെറിയ കുറച്ച് മാറ്റങ്ങളുള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു ഫോർമൽ ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2, അതേപോലെ CC BCC സബ്ജക്റ്റ്, ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ അതിൽ 2ൻ്റെ ഒരു മെയിൽ ID കൊടുക്കണം. ആർക്കാണോ നമ്മൾ മെയിൽ ചെയ്യുന്നത് അവരുടെ ഒരു മെയിൽ ID കൊടുക്കുക. പിന്നെ സബ്ജക്റ്റ് എന്താണോ കണ്ടന്റ് അനുസരിച്ചുള്ള സബ്ജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഫോർമൽ ലെറ്റർ എഴുതിയില്ലേ, അതിലെ സെയിം കണ്ടന്റ് ആണ് നമ്മൾ അടിയിൽ കൊടുക്കേണ്ടത് നമ്മുടെ കണ്ടന്റ് ആയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർ എന്നോ അല്ലെങ്കിൽ ഡിയർ സർ എന്നോ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഇവിടെ സബ്ജക്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല, സബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഡേറ്റ് ഒരിക്കലും ഇമെയിലൊന്നും കൊടുക്കരുത്. കാരണം ഡേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ടെക്നോളജി ആകുമ്പോൾ നമുക്കറിയാം ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഡേറ്റുകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഫോണിലാവുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റ് അവിടെ കിട്ടും. അതുകൊണ്ട് ഡേറ്റിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയതാണ്. അതായത് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം ടു കൺസിഡർ മൈ ലെറ്റർ എന്നാണ് കൊടുത്തത്. ലെറ്റർ എന്നുള്ളതിന് വരെ മെയിൽ എന്ന് കൊടുക്കണം കേട്ടോ. അതുകൂടെ ഞാൻ മാറ്റാൻ വിട്ടുപോയതാണ് കോപ്പി ചെയ്തപ്പം. അപ്പോൾ അവിടെ മെയിൽ എന്ന് കൊടുക്കുക. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതേപോലെ ലാസ്റ്റ് നേരത്തെ നമ്മൾ സൈൻഡിൻ്റെ SD ഇട്ടതിന് പകരം ഇവിടെയും ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ മെയിൽ സിമ്പിളാണ്. അപ്പം വളരെ സിമ്പിളായിട്ടൊരു 10-12 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്തായാലും പഠിക്കുക, ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പേപ്പറിൽ തന്നെ എഴുതണം, ആ പേപ്പർ മുറിഞ്ഞു പോകരുത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ പരമാവധി വൃത്തിയിൽ ചെയ്യുക, ഒക്കെ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാം. നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ തയ്യാറാണ് നോക്കാം. അപ്പോൾ ഈ പ്രൊഫൈൽ ഇങ്ങനെ ഒരു ഹിൻസ് തരുമല്ലോ. പല കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ മോഡൽ എക്സാമിനൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് എക്സാമിന് ഇത് എഴുതുമ്പോൾ SCRTക്ക് ചില പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ എഴുതിയാലാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ഇംപ്രഷനൊക്കെ കിട്ടുക. അതിൻ്റെ മെത്തേഡ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർ പിന്നെ അത് കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്തോളൂ. എന്നിട്ട് അടുത്ത് കാണാം. അതല്ലാത്തവർ ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് പഠിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ഓരോന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം ഞാൻ വായിച്ചുതരാം. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ മേക്കിംഗ് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ബിലോ. അതായത് വൈക്കം മുഹമ്മദ് ബഷീർ, ആ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഹിൻസ് താഴെ നൽകിയിട്ടുണ്ട്, അത് ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഹിൻസൊക്കെ ഒന്ന് വായിക്കാം. ആദ്യം ബോൺ എന്നാണ് തന്നത്. ബോൺ എന്ന് പറഞ്ഞാൽ ജനനം എന്നാണ് അർത്ഥം. അപ്പോൾ മൂപ്പര് ജനിച്ച ഡേറ്റും വർഷമൊക്കെയാണ് നേരെ തന്നത്, 21 ജനുവരി 1908. ഇനി രണ്ടാമത് തന്നെ പ്ലേസ് ഓഫ് ബർത്ത് ആണ്, അതായത് ജന്മസ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജനിച്ച സ്ഥലം തന്നിട്ടുണ്ട്
തന്നിട്ടുണ്ട്, തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കേരള എന്നും തന്നിട്ടുണ്ട്. ഇനി ഫേമസ് ആസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണ് എന്നുള്ളതാണ്, അതായത് എന്ത് ജോലി അല്ലെ ഏത് മേഖലയിലാണ് അദ്ദേഹം പ്രശസ്തൻ എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ നേരെ എഴുതിയിട്ടുള്ളത് റൈറ്റർ, ഫ്രീഡം ഫൈറ്റർ എന്നാണ്. ചില ആളുകൾക്ക് അത് പോയറ്റ് എന്നായിരിക്കും, ചില ആളുകൾക്ക് പ്ലേ റൈറ്റ് എന്നായിരിക്കും, ചില ആളുകൾക്ക് കുറേ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കേസിലാണെങ്കിൽ റൈറ്ററാണ്, അതേപോലെ തന്നെ പോയറ്റാണ്, പിന്നെ പെയിൻറ്ററാണ്, അതേപോലെ സോങ് കമ്പോസറാണ്, പ്ലേ റൈറ്റ് ആണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് കുറേ എണ്ണം കൊടുക്കും, ചില ആൾക്ക് 2 എണ്ണമാവും, ചില ആൾക്ക് 1 ആവും. അതൊക്കെ നിങ്ങൾ നോക്കുക. ഇനി ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നാഷണാലിറ്റി എന്ന് പറഞ്ഞൊരു കോളം കൂടി തരലുണ്ട്. നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇന്ത്യൻ എന്നാണല്ലോ പറയുക, അതേപോലെ പാകിസ്ഥാനാണ് പാകിസ്ഥാനി എന്ന് പറയും, ആഫ്രിക്കയിലാണ് ആഫ്രിക്കൻ എന്ന് പറയും, അതേപോലെ തന്നെ യൂറോപ്പിലാണ് യൂറോപ്യൻ എന്ന് പറയും, ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലീഷ് എന്ന് പറയും, ചൈനയിലാണ് ചൈനീസ് എന്ന് പറയും, അമേരിക്കയിലാണ് അമേരിക്കൻ എന്ന് പറയും, ബ്രസീലാണ് ബ്രസീലിയൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ നാഷണാലിറ്റിയാണ്, രാജ്യത്തിൻ്റെ പേരിൽ എഴുതേണ്ട ആ ഏത് രാജ്യക്കാരനെന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം വരലുണ്ട്. വന്നിട്ടില്ലെങ്കിലും അത് നിങ്ങൾ എഴുതണം. അത് ഞാൻ പറഞ്ഞത് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് മേജർ വർക്ക്സ് എന്നാണ്. ചിലപ്പോൾ വർക്ക്സ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളുടെ പേരുകളാണ്. അവിടെ ബാല്യകാല സഖി, അതേപോലെ ഇന്റുപ്പാപ്പൻ്റെ ആനുണ്ടായിരുന്നു, അതേപോലെ പാത്തുമ്മയുടെ ആട് എന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ ചിലത് ചിലപ്പോൾ 1 തരുള്ളൂ, ചിലപ്പോൾ 2 തരും, ചിലപ്പോൾ കുറേ തരും. ഓക്കെ, അതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറും കേട്ടോ. ഇനി അവാർഡ്സ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. ചില ആളുകളുടെ കേസിൽ അവാർഡ് തരില്ല, ചിലർക്ക് തരും. ഓക്കെ, അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ബഷീറിൻ്റെ കേസിൽ പത്മശ്രീ തന്നിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ പേരുകളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഡെത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, മരണമാണ്, മരിച്ച ഡേറ്റ് ആണ് തന്നത്. ചില ആളുകളുടെ കേസിൽ മരിച്ച സ്ഥലം കൂടി തരും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സ്ട്രക്ചറാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചർ, ഈ സ്ട്രക്ചർ നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ട് എന്ത് വിചാരിച്ചാൽ ഇത് വെച്ചിട്ട് 1-2 എക്സാമ്പിൾസ് എഴുതി നോക്കണം നിർബന്ധമായിട്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ പഠിച്ച ഡയറി ആയാലും അതേപോലെ തന്നെ കാറ്റ് സ്കെച്ച്, എല്ലാ സാധനങ്ങളും ഇതിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരു തവണയെങ്കിലും മിനിമം നിങ്ങൾ പേപ്പറിലേക്ക് എഴുതി നോക്കണം. അതെന്തിനാന്ന് വിചാരിച്ചാൽ ഒരു പേജിലേക്ക് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പേജ് നിങ്ങൾ എക്സീഡ് ചെയ്യരുത്, ഒരു പേജിൻ്റെ ഉള്ളിൽ തന്നെ വരണം. അതേപോലെ തന്നെ നല്ല വൃത്തി വേണം. കറക്റ്റായിട്ട് മാർജിൻ്റെ ഒക്കെ സെൻറ്ററിൽ ഓരോന്നും കള്ളി വരയ്ക്കുന്നതാണെങ്കിൽ കറക്റ്റ് സെൻറ്ററിലൊക്കെ വരുന്നുണ്ടോ നോക്കണം. നോട്ടീസൊക്കെ കറക്റ്റ് ഭംഗിയോടുകൂടി ചെയ്താലാണ് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ എത്ര ടൈം വേണം എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ഡയറി ആണെങ്കിൽ ഒരു 10 ആൾക്കാർ ഡയറി പഠിക്കുന്നതിന് ഇതിലുള്ള ഒരൊറ്റ ഡയറി ഈ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അതേ മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ നിങ്ങൾ മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് ടൈം കളയണ്ട, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് എഴുതി പഠിക്കുക. ഫോർമാറ്റ് നല്ല വൃത്തിയിൽ പെട്ടെന്ന് എഴുതാൻ പാകത്തിൽ എഴുതി പഠിക്കുക കേട്ടോ. സ്പീഡൊന്നും വേണം, അതേപോലെ തന്നെ വൃത്തിയും വേണം. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുക, ഇവിടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പ്രൊഫൈലിൽ നെയിം ഓഫ് ദ റൈറ്റർ ഹെഡിങ് ആണ് കേട്ടോ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നേരത്തെ വൈക്കം മുഹമ്മദ് ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീർ, രവീന്ദ്രനാഥ ടാഗോറാണ്, രവീന്ദ്രനാഥ ടാഗോർ, ആൻറ്റൺ ജക്കോബാണ്, ആൻറ്റൺ ജക്കോബ്, എന്താണോ പേര് ആ പേര് മാത്രം എഴുതിയിടുക, എന്നിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അതേപോലെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ തുടങ്ങുമ്പോൾ ഒറ്റ പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. അതിൽ ആ നെയിം എന്ന് ബ്രാക്കറ്റ് കണ്ടില്ലേ, ആ ബ്രാക്കറ്റിലുള്ളടത്തൊക്കെ നമുക്ക് പുതിയ സാധനങ്ങൾ വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ ആ നെയിം എന്നുള്ളടത്ത് ഇതേ പേര് തന്നെ മേലെ എഴുതി. അപ്പം ആൻറ്റൺ ജക്കോബാണ്, ആൻറ്റൺ ജക്കോബ്, വൈക്കം മുഹമ്മദ് ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീർ, അത് എഴുതുന്നു. എന്നിട്ട് നിർബന്ധമായിട്ട് ഒരു കോമ ഇടുക. അവിടെ കണ്ടല്ലോ നിങ്ങൾ സ്ക്രീനിൽ, അതേപോലെ ഒരു കോമ നിങ്ങൾ ഇടണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പോപ്പുലർ എന്ന് എഴുതാം. എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ ഞാൻ നാഷണാലിറ്റി എന്ന് എഴുതിയണ്ടില്ലേ, ആ നാഷണാലിറ്റി എന്നതിന് പകരം നിങ്ങൾ ഇയാൾ ഏത് രാജ്യക്കാരനാണോ അതിന് യോജിച്ച ഒരു എന്ത് ചെയ്യുക, നാഷണാലിറ്റി കൊടുക്കുക. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ, രവീന്ദ്രനാഥ ടാഗോർ, ഇവരൊക്കെ ഏത് രാജ്യക്കാരാ, ഇന്ത്യക്കാരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഇന്ത്യൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇന്ത്യൻ എന്ന് എഴുതുമ്പോൾ ഈ ക്യാപിറ്റൽ എഴുതണം, ശ്രദ്ധിക്കുക. ഇനി വില്യം വേർഡ്സ്വർത്ത്, അതേപോലെ തന്നെ മറ്റുള്ള ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായില്ലേ, ആ വില്യം വേർഡ്സ്വർത്ത് ഒക്കെ ഏത് രാജ്യക്കാരനാണ്, നമ്മുടെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് എഴുതണം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ മാർത്തയൊക്കെ ആണെങ്കിൽ അമേരിക്കനാണ്, അപ്പോൾ അമേരിക്കൻ എന്ന് എഴുതണം. ഓക്കെ, മാർത്തൻ്റെ കേസിൽ മെക്സിക്കൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വാങ്ക എഴുതിയിട്ടുള്ള ആൻറ്റൺ ജക്കോബാണ്, റഷ്യൻ ആണ്, അപ്പോൾ റഷ്യൻ എന്ന് എഴുതാം. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിനാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതുന്നു, കോമ എഴുതുന്നു, പോപ്പുലർ എന്നിടുന്നു, എന്നിട്ട് പോപ്പുലർ ഇന്ത്യൻ എന്ന് എഴുതുന്നു. ഇനി നമ്മളപ്പുറത്തെ നോണാസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കണ്ടില്ലേ, റൈറ്റർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഫ്രീഡം ഫൈറ്റർ എന്നൊക്കെ. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ബ്രാക്കറ്റ് ഒന്നും എഴുതരുത് കേട്ടോ, നേരെ എഴുതണം, ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പം പോപ്പുലർ ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഫ്രീഡം ഫൈറ്റർ, അല്ലെങ്കിൽ പോപ്പുലർ ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ഫ്രീഡം ഫൈറ്റർ എന്ന് എഴുതാം. ഓക്കെ, തീർന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, വാസ് ബോൺ ഓൺ. അപ്പോൾ നിങ്ങൾ അത് എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ ഫ്രീഡം ഫൈറ്റർ നമ്മൾ നോണാസ് എഴുതിയില്ല, നോണാസ് കഴിഞ്ഞിട്ട് ആ കോമ ക്ലോസ് ചെയ്യുക. അവിടെയും കണ്ടില്ല നിങ്ങൾ ഒരു കോമ ഇട്ടത്. ഞാനിവിടെ ബ്രാക്കറ്റിൽ 2 നോണാസ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മിക്ക ആളുകൾക്കും ഒന്നിൽ കൂടുതലുണ്ടാവും. ഇപ്പോൾ ചിലർക്ക് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് എന്നുണ്ടാവും, ചിലപ്പോൾ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് നോവലിസ്റ്റ് എന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 2 ഇട്ടത്. 3 ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നീട്ടിക്കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഒരു കോമ ഇടുക. ഇതിന് ശേഷം തന്നെ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഒരു കോമ ഇടുന്നു, എന്നിട്ട് വാസ് ബോൺ തന്നെ എഴുതണം. കാരണം ബോൺ എന്നതിൻ്റെ
പാസ്റ്റ് ടെൻസ് ആണ് വാസ് ബോൺ കേട്ടോ, അല്ലാതെ ബോൺ എന്ന് മാത്രം എഴുതരുത്. അപ്പോൾ വാസ് ബോൺ എന്ന് എഴുതുക. എന്നിട്ട് ഓൺ വെക്കണോ ഇന്ന് വെക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നേരത്തെ നമ്മൾ കണ്ടു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കേസിൽ അദ്ദേഹം ജനിച്ച ഡേറ്റും തന്നിട്ടുണ്ട്, ഡേ തന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ മന്ത് തന്നിട്ടുണ്ട്, പിന്നെ വർഷവും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓണിൽ തുടങ്ങുക. അതല്ല മാസമോ അതല്ലെങ്കിൽ വർഷമോ മാത്രമാണ് തന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നിൽ തുടങ്ങണം. ഇപ്പോൾ ഉദാഹരണത്തിന് 1908 എന്ന് മാത്രമാണ്, 1908 ജനിച്ചു എന്ന് മാത്രമാണ് തന്നതെങ്കിൽ വാസ് ബോൺ ഇൻ 1908 എന്നിടണം. എന്നാൽ 20 മെയ് 1908 ജനിച്ചതെന്നുണ്ടെങ്കിൽ വാസ് ബോൺ ഓൺ 20 മെയ് 1908 എന്നുള്ള രീതിയിൽ എഴുതണം. മനസ്സിലായല്ലോ? ഇനി അതിനുശേഷം നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലായിരുന്നു, നിങ്ങൾ ജനിച്ച സ്ഥലം. ചിലപ്പോൾ അങ്ങനെ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് തരില്ല, ഡേറ്റിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും അതാണ് അടുത്ത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നുകിൽ അറ്റ് വെക്കണം അല്ലെങ്കിൽ ഇന്ന് വെക്കണം. അത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പോൾ ബഷീറിൻ്റെ കേസിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു തലയോലപ്പറമ്പ് കേരള എന്ന് കണ്ടു. അപ്പോൾ 2 സ്ഥലങ്ങളുണ്ട്. അങ്ങനെ 2 സ്ഥലങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അറ്റ് വെച്ചാൽ മതി. ഒറ്റ സ്ഥലം ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് വെക്കുക. അത്ര മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. അപ്പോൾ വൈക്കം ബഷീറിൻ്റെ കേസിലാണെങ്കിൽ വാസ് ബോൺ എന്ന ആ സാധനങ്ങളൊക്കെ എഴുതിയതിനു ശേഷം അറ്റ് തലയോലപ്പറമ്പ, പിന്നെ എന്ത് ചെയ്യുക, ഒരു കോമട്ടിട്ട് കേരള എന്നിട്ടാൽ മതി. ഇനി കേരളം മാത്രമല്ലെങ്കിൽ ഇൻ കേരള, വാസ് ബോൺ ഇൻ കേരള എന്ന് എഴുതുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്ഥലമാണെങ്കിൽ ഇന്ന് എഴുതുക, ഒന്ന് കൂടുതലുണ്ടെങ്കിൽ അറ്റ് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇനി അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞു. ഈ ഫസ്റ്റ് സെൻറ്റൻസും ആ ടൈറ്റിലും കൂടി വന്നാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്കുള്ള വകുപ്പായി. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് ഹി റോട്ട് മെനി വർക്ക്സ് ഇൻ ഡാഷ് ലിറ്ററേച്ചർ എന്നാണ് കൊടുത്തത്. അവിടെ ഞാൻ ഇംഗ്ലീഷ്, മലയാളം, ബംഗാളി 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, പിന്നെ അതിൽ റഷ്യനും കൂടി വരണം കേട്ടോ. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള കഥാപാത്രങ്ങൾ ഇംഗ്ലീഷ് കഥാപാത്ര എഴുത്തുകാരുണ്ട്, മലയാളം എഴുത്തുകാരുണ്ട്, ബംഗാളി എഴുത്തുകാരനുണ്ട്, പിന്നെ റഷ്യൻ എഴുത്തുകാരനുണ്ട്. റഷ്യൻ എന്ന് പറഞ്ഞാൽ ആന്റൺ ചെക്കോവിൻ്റെ ആണ് വരുന്നതെങ്കിൽ റഷ്യൻ ലിറ്ററേച്ചറിന് എഴുതണം. പിന്നെ മലയാളികളായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ ആണെങ്കിൽ മലയാളം ലിറ്ററേച്ചറിന് എഴുതണം. രവീന്ദ്രനാഥ ടാഗോറിനാണ് വരുന്നതെങ്കിൽ ബംഗാളി ലിറ്ററേച്ചറിന് എഴുതണം. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ റൈറ്റേഴ്സും, ഇപ്പോൾ മാർത്തയാണെങ്കിലും ഏത് എഴുത്തുകാർ, ഇപ്പോൾ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ആയാലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് എഴുതിയാൽ മതി. കാരണം അവരൊക്കെ ഇംഗ്ലീഷിൽ എഴുതുന്ന ആൾക്കാരാണ്. അപ്പം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്, ഹി റോട്ട് മെനി ബുക്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ റോട്ട് മെനി ബുക്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, മലയാളം സാഹിത്യത്തിൽ അദ്ദേഹം ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. റോട്ട് എന്ന് നമ്മുടെ രചിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഇംപ്രഷൻ കിട്ടാനും അതുപോലെ തന്നെ പേജ് കുറച്ച് നിറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് തരുന്ന ഇൻസ് മാത്രം എഴുതി കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇംപ്രഷൻ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എഴുതിയാൽ ഒരു ഇംപ്രഷൻ കിട്ടും. മാർക്ക് കൂടുതൽ കിട്ടുക എന്നല്ല ഉദ്ദേശിച്ചു കേട്ടോ, ഇംപ്രഷൻ കിട്ടുക എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും പഠിച്ചിട്ട് എഴുതുക. ഇനി അടുത്ത ലൈനിൽ നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾക്ക് അവിടെ കുറേ വർക്ക്സുകൾ തന്നിട്ടില്ലേ, കൃതി, അയാൾ ചെയ്തിട്ടുള്ള കൃതികൾ, അതാണ് നിങ്ങൾ അടുത്ത് എഴുതേണ്ടത്. അത് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ പേരുകൾ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇൻഡുപ്പോപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ ഉണ്ടല്ലേ, അതിൽ ലാസ്റ്റത്തിൻ്റെ മുന്നിൽ മാത്രം ഒരു ആൻഡ് വെച്ചെടുക്കുക. ഓക്കെ, 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 കൂടുതലുണ്ടെങ്കിൽ ലാസ്റ്റത്തിൻ്റെ മുന്നിൽ ഒരു ആൻഡ് വെച്ചെടുക്കുക. ഒന്നാണ് പിന്നെ അങ്ങനെ തന്നെ ഈസ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഒന്നാണെങ്കിൽ ഈസ് വെച്ച് എഴുതിയാൽ മതി, ഹിസ് ഫേമസ് വർക്ക് ഈസ് എന്ന് പറഞ്ഞാൽ മതി. 1 കൂടുതലുണ്ടെങ്കിൽ വർക്ക്സ് ആർ. ഓക്കെ, ഇനി അടുത്തത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതുക എന്താണ്, ഹി വൺ മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അതൊക്കെ എല്ലാവർക്കും എഴുതാവുന്നതാണ്. അദ്ദേഹം ധാരാളം എന്ത് ചെയ്തിട്ടുണ്ട്, പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് ഹി ഗോട്ട് ഡാഷ്, അതായത് അവിടെ നിങ്ങൾ ബ്രാക്കറ്റിനുള്ളിൽ നെയിം ഓഫ് ദ അവാർഡ്സ് എന്ന് കാണാം അല്ലേ, അതായത് ചിലപ്പോൾ അതിൻ്റെ ഡേറ്റ്സും, അതായത് ഏത് വർഷം ഏതൊക്കെ അവാർഡുകളാണ് നമ്മുടെ എഴുത്തുകാരന് കിട്ടിയതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സൂചിക്കും. ഇപ്പോൾ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കേസിലാണ് സാഹിത്യ അക്കാദമി അവാർഡ് എന്നൊക്കെ പറഞ്ഞ അവാർഡുകൾ തന്നിട്ടില്ലേ, അതേമാതിരി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ അതെല്ലാവരുടെയും കേസിലുണ്ടാവില്ല, മിക്ക ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എഴുതേണ്ടത് എങ്ങനെയാണ്, ഹി ഗോട്ട് ഏത് അവാർഡ്, ഇപ്പോൾ ഹി ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ്, അതിന് വർഷം തന്നിട്ടുണ്ട്, വർഷത്തിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇന്ന് വെക്കണം. അപ്പോൾ 2000 ഹി ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 2000. ഓക്കെ, അങ്ങനെ ഇത് കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റത്തെ ഡയലോഗ്, ഡെത്ത് ആണല്ലോ, മരിച്ചത്. നമുക്ക് 2 രീതി എഴുതാം, ഡൈഡ് വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ പാസ്ഡ് അവേ. പാസ്ഡ് ഫ്രം ദ എർത്ത് എന്നൊന്നും കൊണ്ടുപോയിട്ട് എഴുതരുത്. പാസ്ഡ് അവേ എന്ന് പറഞ്ഞ ഒരു ഫ്രേസൽ വെർബാണ്, അതിന് മാറ്റം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഹി പാസ്ഡ് അവേ എന്ന് എഴുതുക. എന്നിട്ട് വർഷം മാത്രമാണ് തന്നെങ്കിൽ ഇന്ന് വെക്കുക, നമ്മൾ നേരത്തെ ബോണ്ട് ചെയ്ത് അതേപോലെ തന്നെ. എന്നാൽ വർഷമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ദിവസം കൂടി തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓൺ വെച്ചിട്ട് എഴുതാം. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കേസിൽ അദ്ദേഹം ജനിച്ച ദിവസങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഓൺ വെച്ചിട്ട് എഴുതാം. ഓക്കെ, വർഷം മാത്രമാണ് ഇന്ന് വെക്കുക. ഇത്ര ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. ചില കുട്ടികൾ ദ ഗ്രേറ്റ് പോയിട്ട് എന്താണ് ടുക്ക് ഈസ് ലാസ്റ്റ് ബ്രത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതലുണ്ട്. അങ്ങനെയൊന്നും ആവശ്യമില്ല, ഹി പാസ്ഡ് അവേ എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ തുടക്കത്തിൽ ബ്രാക്കറ്റിൽ DOB എന്ന് എഴുതിയ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ജനിച്ച ഡേറ്റ് ആണ്. DOD എന്ന് പറഞ്ഞ് ലാസ്റ്റിൽ എഴുതിയത് ഡേറ്റ് ഓഫ് ഡെത്ത് ആണ് കേട്ടോ, മരിച്ച ഡേറ്റ്. ഇനി നിങ്ങൾക്ക് ഇവിടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മോഡൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നമ്മുടെ മോഡൽ ക്വസ്റ്റിന് വന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇത് തലയിൽ നിൽക്കുകയുള്ളൂ, എല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് നോക്കാം. രവീന്ദ്രനാഥ ടാഗോറിന് ഹെഡിങ് കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, അതേമാതിരി ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ അതേ എഴുത്തുകാരൻ്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ തന്നെ എഴുതി. അതിനുശേഷം ഒരു കോമട്ട് കണ്ടില്ലേ, ആ കോമ എന്തായാലും ഇടണം. അങ്ങനെ കോമട്ട് കഴിഞ്ഞാൽ ആ ഒരു അർത്ഥം ക്ലിയർ ആവുള്ളേ. എന്നിട്ട് പിന്നെ നമ്മൾ പോപ്പുലർ
പോപ്പുലർ ഇന്ത്യൻ പോയറ്റ് എന്ന് എഴുതി. അപ്പോൾ ഇന്ത്യൻ എന്ന് എഴുതാൻ കാരണം നാഷണാലിറ്റി, അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ തന്നെ എഴുതുക. ഇനി എന്താണ് പോയറ്റ്, പ്ലേ റൈറ്റ്, പെയിൻറ്റർ, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിൻസ് ആയിട്ട് തരും. അപ്പോൾ അത് എഴുതുന്നു. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ വാസ് ബോൺ എന്ന് എഴുതുന്നതിന് മുമ്പേ കോമട്ട് ക്ലോസ് ചെയ്യണം. കോമ കൊടുത്ത് കണ്ടില്ലേ, അതുണ്ടെങ്കിലേ അതിനർത്ഥം ക്ലിയർ ആവുള്ളൂ കേട്ടോ. എന്നിട്ട് വാസ് ബോൺ ഓൺ 7 May 1861 അറ്റ് കൊൽക്കത്ത, ബംഗാൾ എന്ന് കണ്ടോ. അപ്പോൾ അവിടെ ഓൺ എന്ന ഡേറ്റിന് മുന്നിൽ വരാൻ കാരണം അവിടെ ഡേ വന്നതുകൊണ്ടാണ്. അതായത് 7 എന്ന ഡേ വന്നില്ലേ, അപ്പോൾ ഡേ വന്നാൽ നമ്മൾ ഓൺ കൊടുക്കണം. എന്നാൽ അവിടെ 1861 1861 മാത്രമാണെങ്കിൽ നമ്മൾ ഇന്ന് വെച്ചാൽ മതിയായിരുന്നു. ഇനി അതേപോലെ തന്നെ കൊൽക്കത്ത, ബംഗാൾ 2 സ്ഥലം വന്നുകൊണ്ടാണ് നമ്മൾ അറ്റ് വെച്ചത്. ഒറ്റ സ്ഥലം കൽക്കത്തയെന്നോ അല്ലെങ്കിൽ ബംഗാളെന്നോ മാത്രം വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസിന് അർത്ഥം എന്താ? പ്രശസ്ത ഇന്ത്യൻ കവിയും നാടകകൃത്തും അതുപോലെ തന്നെ പെയിന്ററുമായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 ബംഗാളിലെ കൊൽക്കത്തയിൽ ജനിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഹി റോട്ട് മെനി വർക്ക്സ് ഇൻ ബംഗാളി ലിറ്ററേച്ചർ. അദ്ദേഹം ഒരു ബംഗാളുകാരനായതുകൊണ്ടാണ് ബംഗാളി എന്ന് പറഞ്ഞത്. ഇപ്പം ബംഗാളി സാഹിത്യത്തിൽ അദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ ഗോര ആൻഡ് ഗീതാഞ്ജലി. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികൾ ഗോരയും ഗീതാഞ്ജലിയാണ്. ഹി വൺ മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഒരുപാട് പ്രശസ്തികളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഹി ഗോട്ട് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1913. അദ്ദേഹത്തിന് 1913 നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1913 എന്നുള്ളത് വർഷം മാത്രം തന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെച്ചത് കേട്ടോ. ഇനി അടുത്ത് ഹി പാസ്ഡ് അവേ. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ ഡൈഡ്, മരിച്ചു എന്നാണ് അർത്ഥം. ഹി പാസ്ഡ് അവേ ഓൺ 7 August 1941. അവിടെയും നമ്മൾ 1941 മാത്രമായിരുന്നെങ്കിൽ ഇന്ന് വെക്കണമായിരുന്നു. പക്ഷെ ഇവിടെ 7 എന്ന ഡേ കൂടി തന്നുകൊണ്ടാണ് ഓൺ വെച്ചത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് സ്പീച്ച് ആണ്. 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. അപ്പോൾ സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളത്. അപ്പോൾ സ്പീച്ച് നിങ്ങൾക്ക് 2 രീതിയിലാണ് ചോദിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒരു സ്കൂളിൽ എന്ത് ചെയ്യാൻ സ്പീച്ച് നടത്താൻ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുക. ഏതെങ്കിലും കഥാപാത്രം നടത്തുന്ന ഒരു സ്പീച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് കൊടുക്കുന്നതാണ്. ഏത് സ്പീച്ച് തുടങ്ങുകയാണെങ്കിലും, ആരുടെ സ്പീച്ച് തുടങ്ങുകയാണെങ്കിലും ഇനി പറയുന്ന ഡയലോഗിൽ തുടങ്ങിയാൽ മതി. ഐ ആം വെരി ഹാപ്പി ടു ഗെറ്റ് എ ചാൻസ് ടു ഡെലിവർ എ ഫ്യൂ വേർഡ്സ് ബിഫോർ യു ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്ത് അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക് സബ്ജക്ട് എന്ത് ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീച്ച് നടത്തേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. ആ ഒരു ടോപ്പിക് അവിടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ മോഡൽ എക്സാമിന് വന്നതുപോലെ വല്ല ഫെലിസിറ്റേഷൻ സ്പീച്ച്, അതായത് ആശംസാ പ്രസംഗമായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ചെറിയ മാറ്റം വരുത്താനുള്ളൂ. എന്ത് ചെയ്താൽ മതി, ഐ ആം വെരി ഹാപ്പി ടു ഗെറ്റ് എ ചാൻസ് ടു ഡെലിവർ എ ഫെലിസിറ്റേഷൻ സ്പീച്ച് കൺഗ്രാറ്റുലേറ്റിംഗ് മാർത്ത. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ മാർത്ത അല്ല വേറെ ആരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ആളുടെ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം തീരും കേട്ടോ. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ഇതേമാതിരി തന്നെ വരണമെന്നില്ല. മിക്കവാറും ഏതെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ചൈൽഡ് ലേബറിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേസ് ചെയ്തിട്ട് സ്പീച്ച് നടത്താനൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ചൈൽഡ് ലേബർ ആണെങ്കിൽ ഐ ആം വെരി ഹാപ്പി ടു ഗെറ്റ് എ ചാൻസ് ടു ഡെലിവർ എ ഫ്യൂ വേർഡ്സ് ബിഫോർ യു ഓൺ ദ ടോപ്പിക് ചൈൽഡ് ലേബർ. ഓക്കെ, ആ രീതിയിൽ വേണം എഴുതാൻ. ഇനി അടുത്ത സെന്റൻസ് ഒക്കെ എല്ലാത്തിലും എഴുതാം. എന്താ പറഞ്ഞത്, ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് മൈ സ്പീച്ച് വിത്ത് എ ഫേമസ് പ്രോവർബ് മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. അതായത് മനുഷ്യൻ ഒന്ന് കരുതുന്നു ദൈവം മറ്റൊന്ന് നിശ്ചയിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രോവർബ് എന്ത് ചെയ്യുക, അത് പ്രോവർബോട് കൂടിയിട്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഐ തിങ്ക് ഇറ്റ് ഈസ് റിയലി ആപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും ഇത് വളരെ അനുയോജ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഓഫൺ തിങ്സ് ഹാപ്പൻ ഇൻ അവർ ലൈഫ് കോൺട്രറി ടു അവർ വിഷസ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വൈരുദ്ധ്യമായിട്ട് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കാറുള്ളത് ജീവിതത്തിൽ. ദാറ്റ് ഈസ് വൈ ഐ സെഡ് സോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഐ ക്യാൻ ഷെയർ സം മൈ പേഴ്സണൽ എക്സ്പീരിയൻസസ് വിത്ത് യു ടു ജസ്റ്റിഫൈ മൈ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ ഈ പ്രസ്താവനയെ നീതീകരിക്കുന്നതിനായിട്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണെന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ടോപ്പിക്ക്, ആ ടോപ്പിക്ക് അടുത്ത പാരഗ്രാഫിൽ അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഒന്നും കിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഡയറിയോ നറേഷനോ എന്തെങ്കിലും സാധനം അതിൻ്റെ ഇടയിലുണ്ട് എന്ത് ചെയ്യുക, അവിടെ കയറ്റി കൊടുക്കുക. കുറച്ച് സെൻറ്റൻസുകൾ, ഒരു ചെറിയൊരു പാരഗ്രാഫ് എങ്കിലും എഴുതുക. അതിനുശേഷം പിന്നെ അവസാനത്തെ പാരഗ്രാഫിൽ ഇപ്പം പറയുന്ന കാര്യങ്ങൾ എഴുതുക. നൗ ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. നേരത്തെ നമ്മൾ ലെറ്ററിൽ എഴുതിയ അതേ ഡയലോഗ് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഹോപ്പ് യു എൻജോയ്ഡ് മൈ സ്പീച്ച്. എൻ്റെ ഈ ഒരു പ്രസംഗം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ ഐ താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഞാൻ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവർക്കും ഒന്നും കൂടി താങ്ക് യു ഓൾ പറയാം, നിർത്താം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഉടായ്പ് ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ക്യാരക്ടർ ആയാലും ആ ക്യാരക്ടറിന്റെ പേര് അങ്ങോട്ട് മേലെ എഴുതുക. ഇവിടെ നെയിം എന്ന് കൊടുത്തോർത്ത് ക്യാരക്ടറിന്റെ പേര് ഹെഡിങ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതും തന്നെ തുടങ്ങുക. അപ്പോൾ തരത്തിൽ വാങ്ങുകയാണെങ്കിൽ വാങ്ങാന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് താഴെ വീണ്ടും വാങ്ങാന്ന് എഴുതുന്നു. വാങ്ക ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ, അതിന്റെ കഥ എഴുത്തുകാരന്റെ പേര് എഴുതുക. ഇവിടെ വാങ്ങുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആന്റൺ ചെക്കോവ്, അങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ ആ കാര്യം കിട്ടിയല്ലോ. ഇനി അടുത്തതായിട്ട് ആണാണെങ്കിൽ ഹീ എന്ന് തുടങ്ങുക, പെണ്ണാണെങ്കിൽ ഷീ എന്ന് തുടങ്ങുക. ഓൺ ഡിജൈൻ ആണെങ്കിൽ ഷീ എന്ന് എഴുതുക. ഇപ്പോൾ വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മുടെ ക്രോണീനൊക്കെ ആണെങ്കിൽ ഹീ എന്ന് തുടങ്ങുക. ഓക്കെ, എന്നിട്ട് ഈസ് എ വെരി സെൻസിറ്റീവ് ബട്ട് എ സ്ട്രോങ് ക്യാരക്ടർ. നമുക്ക് പഠിക്കാനുള്ള മിക്ക ക്യാരക്ടർമാരും അങ്ങനെ തന്നെയാണ്. സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് വികാരം കൊള്ളുന്നവരാണ്, എന്നാൽ പവർഫുൾ ആണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും പറ്റിയ ഒരു ഡയലോഗാണ് അത്. ഇനി അടുത്തെന്താ, ദ റൈറ്റർ പോർട്രേസ് ഹിം ഓർ ഹെർ. അതായത് ആണാണ് ഹിം എന്ന് എഴുതുക, പെണ്ണാണെങ്കിൽ ഹെർ എന്ന് എഴുതുക.
ചെയ്തു ആസ് എ കീ പേഴ്സൺ ഹു ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി. നമ്മുടെ കഥയുടെ മൊത്തം പ്ലോട്ടിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള എല്ലാ കീ റോളാണ് ആര് ചിത്രീകരിച്ചിരിക്കുന്ന ഈ കഥാപാത്രത്തെ നമ്മുടെ എഴുത്തുകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ചുമ്മാ തട്ടിവിടുക, എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. കഥയുടെ പ്ലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തിന് ഒരു എഴുത്തുകാരനും കൊണ്ടുവരില്ല. ഓക്കെ, ഇനി അടുത്തെന്താണ്, അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, നമ്മുടെ കഥയുടെ തുടക്കത്തിൽ വി ക്യാൻ ഓൺലി കൺസിഡർ ഹിം ആസ് എൻ ഓർഡിനറി പേഴ്സൺ. അല്ലെങ്കിൽ ഹിം എന്നുള്ളടത്ത് പെണ്ണാണ് ഹെയർ വെക്കണേ. അപ്പം നമ്മൾ ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഈ കഥാപാത്രത്തെ ഒരു സാധാരണ കഥാപാത്രമായി മാത്രമേ കാണുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ സിനിമ ആയാലും എന്തായാലും ഒരു കഥാപാത്രം ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് തോന്നുക ഇതൊരു സാധാരണ കഥാപാത്രം എന്നാണ്. പിന്നെന്താ സംഭവിക്കുക, ആസ് ദ സ്റ്റോറി പ്രോഗ്രസ് ആസ് ദ സ്റ്റോറി പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ കഥ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി ടേൺസ് ഇൻ ടു എ പവർഫുൾ ക്യാരക്ടർ. അദ്ദേഹം ഒരു ശക്തനായ കഥാപാത്രമായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഏത് ക്യാരക്ടർ സ്കെച്ചിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഡയലോഗാണ്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത പാരഗ്രാഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അടുത്ത പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് ആ കഥാപാത്രത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ വാങ്കനെ കുറിച്ചും അതേപോലെ ക്രോണിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എഴുതി വെക്കുക. എന്താണോ ആരുടേതാണോ വരുന്നത് അയാളെക്കുറിച്ച്. ഒന്നും അറിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പരിപാടി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 1-2 സെൻറ്റൻസുകളൊക്കെ തരും. അതൊക്കെ വെച്ച് നിങ്ങളുടെ അടിച്ചു വിട്ട് എഴുതുക. ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. ഇനി അതിനുശേഷം ലാസ്റ്റ് ഒരു എൻഡിങ് എന്നുള്ള നിലക്ക് ആ നമ്മൾ എഴുതുന്ന രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ തന്നെ എൻഡിങ്ങിൽ 2 പാരഗ്രാഫ് മതി മാക്സിമം കേട്ടോ. അതിൻ്റെ എൻഡിങ്ങിൽ ഇൻ ഷോർട്ട് ഈസ് എ ജെന്യൂൻ പേഴ്സണാലിറ്റി വിത്ത് എവറി സോർട്സ് ഓഫ് ഹ്യൂമൻ ക്വാളിറ്റീസ്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ക്വാളിറ്റികൾ മുഴുവൻ അടങ്ങിയ ഒരു നല്ലൊരു ജെന്യൂൻ ക്യാരക്ടറാണ് അദ്ദേഹം എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചുതരാം. വാട്ട് ഈസ് യുവർ ആംബിഷൻ? എന്താണ് നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ ആംബിഷൻ, ആഗ്രഹം? അതായത് ഭാവിയിൽ ആരായി തീരണം എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഏത് കഥാപാത്രത്തിനും, ഹോമിയോപ്പതിനായാലും മോണ്ടിജയിനായാലും അതേപോലെ തന്നെ ഏത് വ്യക്തിക്കായാലും നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. നമുക്കൊരാളെ കണ്ട ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ജസ്റ്റ് ചോദിച്ചുകൂടെ എന്താവാനാണ് നിങ്ങൾ ആഗ്രഹം എന്ന്? അതേത് വയസ്സിനോട് നമുക്ക് ചോദിക്കാമല്ലോ അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ എന്താ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റക്കിൾ ഹാവ് യു എവർ ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെല്ലാം തടസ്സം എന്തായിരുന്നു? ഇത് നമുക്ക് ഏത് വ്യക്തിയോടും ചോദിച്ചുകൂടെ, ഏതാളോടും ചോദിക്കുക. ഇനി അടുത്തെന്താ, ഹു ഇൻസ്പയർഡ് യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഇതും നമുക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് അവർ ജനറേഷൻ? നമ്മുടെ തലമുറയ്ക്ക് എന്ത് മെസ്സേജ്, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഇതും ഏത് കഥാപാത്രത്തോട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത്, ആർ യു റിയലി സാറ്റിസ്ഫൈഡ് ഇൻ യുവർ കറന്റ് പൊസിഷൻ? വൈ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥാനത്തോട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയോ നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനിലോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്തുകൊണ്ട്? ആണെങ്കിലും അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇങ്ങനൊരു ചോദ്യം നമുക്ക് ആരോടും ചോദിക്കാം. ഇനി അടുത്ത്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? നിങ്ങളുടെ ഏറ്റവും നല്ല കരുത്തും അതേപോലെ നിങ്ങളുടെ ദൗർബല്യവും എന്താണ്? ഇതും എല്ലാവരോടും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റത്തെ, ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ഗോഡ് വാട്ട് ബോൺ വിൽ യു ആസ്ക്? ഇതൊരു കോമഡി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എല്ലാവരോടും ചോദിക്കുന്നത്, സാധാരണ ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് വരമാണ് ചോദിക്കുകയെന്ന്.